അവരുടെ കയ്യെ കെട്ടിയ സമയത്താണ് അവർക്ക് കൈക്ക് മാറ്റം വന്നു. അനങ്ങാത്ത വിരലുകൾ ചലിക്കാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറുണ്ട്. ചലിക്കാൻ തുടങ്ങിയ സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇത് വളരെ മനോഹരമായ ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ ഇത് തന്നയാൾ ഒരു പോലീസ് അധികാരി ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോലീസ് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും വെൽനസ് ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള അവയർനെസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് കിട്ടും. 2, നമ്മുടെ അവയർനെസ് കിട്ടുന്നത് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ അത് കയ്യിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവിടെ ഒരു 19,300ന്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വളരെ മനോഹരമായ റിസൾട്ടിലേക്ക് അവർ യാത്രയാകുന്നു. അപ്പൊ സാർ ഇവിടെ പറഞ്ഞു അവർ കെട്ടുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. പക്ഷെ അവർ അനലൈസ് ചെയ്യണം, എന്റെ രോഗം ഇന്നതാണ്, അതുകൊണ്ട് എനിക്കിത് ഉപയോഗിക്കണം. എനിക്ക് ആരാണോ ഇത് തന്നത്, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ എഞ്ചിനീയറിംഗ് ജോലി ചെയ്ത വ്യക്തിയായിരിക്കാം ഇത് കൊടുത്തത്, അല്ലെങ്കിൽ തൂമ്പാപ്പണി ചെയ്ത വ്യക്തിയായിരിക്കും ഇത് കൊടുത്തത്. അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല. പക്ഷേ നമ്മൾ സ്ഥിരം ഫോളോ ഓഫ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടും. 100 പേരിൽ ഒരു 90 പേർക്ക് റിസൾട്ട് ഉണ്ട്. 10 പേർക്ക് കിട്ടാത്തത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനകത്തില്ല. അപ്പൊ സാറിനോട് എനിക്ക് പറയാനുള്ളത്, സാർ ഒരു കുറച്ച് ദിവസത്തിന് ഒന്ന് ഡെയിലി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. കൃത്യമായിട്ടും അവർക്ക് ആ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ റിസൾട്ട് പറയാൻ പറഞ്ഞാൽ അവർക്ക് ദിവസങ്ങൾ പോരാ റിസൾട്ട് പറയും. അപ്പൊ സാർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് റീഫോളോ അപ്പ് കണ്ടിന്യൂസ് ആയിട്ട് സാർ ചെയ്യുക. ഉറപ്പായിട്ടും അവർക്ക് അത് റിസൾട്ട് കിട്ടും. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ സാറേ, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, അദ്ദേഹത്തിന് ഈ മാഗ്നറ്റ് തെറാപ്പിയെ കുറിച്ച് അറിയാൻ അത്യാവശ്യം നോളജ് ഉള്ള ആളാണ്. ഒരു തഹസിൽദാറായിരുന്നു, ഇപ്പൊ പ്രസന്റ് റിട്ടയർഡ് ആണ്. അപ്പൊ അദ്ദേഹം എന്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമല്ല വാങ്ങിയത്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് സയൻസും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു മാഗ്നറ്റ് തെറാപ്പി കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അത് വാങ്ങുന്നതാണ് എന്നും കൂടി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാറ് പറഞ്ഞപ്പോൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഈ ഗ്രൂപ്പിലുണ്ട്, ഇപ്പൊ അബ്ബാസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കണ്ടപ്പോൾ നേരിട്ട് പറഞ്ഞു ആ സാധനം പ്രത്യേകിച്ച് നമുക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. എനിക്ക് എന്റെ വൈഫിന് കുറെ നാളുകൾക്ക് ശേഷം അല്പം കൂടുകയും ചെയ്ത. ഈ കൂട് എന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് സാർ എന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ബാസ് സാറ് പറഞ്ഞു അത് നിങ്ങളുടെ ശരീരത്തിൽ ആ പ്രോസസ്സിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്പം കൂടുമ്പോൾ തോന്നുന്നത്. ആ സമയത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എനിവേ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഓൺ ദ വേരൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ അയൽവക്കത്തെ ഒരാൾ വാങ്ങിച്ച അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയതെന്നൊക്കെ വളരെ റെയർ ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രൊഡക്റ്റ് എനിക്ക് അമേസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ സയന്റിഫിക്കലി പ്രൂവ് ആണെന്നുള്ളതൊക്കെ പറയുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എനിക്കുള്ള റിസൾട്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇങ്ങനെ വളരെ റെയർ ആയിട്ട് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അവരുടെ ബോഡിയിലുള്ള മെറ്റാബോളിസത്തിന്റെ ഡിഫറെന്റ് ഓയിൽ ആണോ എന്നൊക്കെ ഞാൻ തന്നെ അനലൈസ് ചെയ്യാറുണ്ട്. എനിവേ വളരെ താങ്ക്സ് സാർ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2 കാര്യമുണ്ട്. ചില ആളുകൾക്ക് പ്രായക്കൂടുതലുണ്ടെങ്കിൽ അവരുടെ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ രോഗത്തിന്റെ അവസ്ഥയിൽ ഇന്റേണൽ ഓർഗൻസ് സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് പഴയ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ സമയമെടുക്കും. ആ അവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവത്തില്ല. അപ്പൊ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ്. 2 കാര്യം, ഒന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിസൾട്ട് കിട്ടും. ആ മെറ്റാബോളിസത്തെ ആശ്രയിച്ച് 10 ദിവസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ചിലപ്പോൾ അതൊരു 3 മാസം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് അവരോട് ഉപയോഗിച്ചാൽ പറയുക. അമേസിംഗ് ആയിട്ടുള്ള മിറക്കിൾ ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓണാക്കുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ രാജു ഫ്രം പത്തനാപുരം. ഇപ്പൊ ജോമൻ സാറ് എന്നെ മോണിറ്ററായിട്ടിരുന്നത് സംശയം ദൂരീകരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും കൂടുതൽ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ സംശയമാണ് ഏറ്റവും നമ്മളെ വഴിമുട്ടിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നോട്ട് അങ്ങനെ ആസൂത്രണം ചെയ്തതിൽ വളരെ താങ്ക്സ്. എന്നോടുള്ള സ്നേഹവും നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. സംശയമാണല്ലോ നമ്മുടെ ജീവിതത്തിലെ തടസ്സം. തീർച്ചയായിട്ടും അന്നേരം ഇതിൻ്റെ സംശയം നമ്മൾ പറയാൻ പറ്റിയ ഒരാളാണ് ജോമൻ, എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്.
പ്രതിസന്ധികൾ നമ്മളൊരു വ്യക്തിയെ ചെന്ന് സമീപിക്കുമ്പോൾ നിങ്ങളുടെ അസുഖത്തിനെല്ലാം ഭേദം വരും. ആരോഗ്യമുള്ളവരെ ആരോഗ്യത്തോട് നിലനിർത്തും, അനാരോഗ്യമുള്ളവരെ ആരോഗ്യത്തോട് ഗ്രാജുവലി കൊണ്ടുവരുമെന്നുള്ളതാണ് ബേസായിട്ട് നമ്മൾ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഇവർ എപ്പോഴും ഒരു ആരോഗ്യമുള്ളവരോട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പം ഞാൻ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയത്തുള്ളൂ. ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷെ ഇതിൻ്റെ പേര് വെൽനസ് പ്രൊഡക്റ്റ് എന്നുമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഈ സെയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അനാരോഗ്യമുള്ളവരെ തിരക്കിയാണ് നമ്മളീ പോകുന്നത്. അത് കറക്റ്റാണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കുകയുള്ളൂ നമ്മുടെ ഫീൽഡ് കണ്ടീഷനിൽ. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഈ അനാരോഗ്യമുള്ളവർ പല രീതിയിലുള്ള കാറ്റഗറൈസ്ഡ് ആൾക്കാരാണ്. അക്യൂട്ട്, ക്രോണിക്, സബ്ക്യൂട്ട്, അങ്ങനെ പല ഗ്രേഡിലുള്ളവരാണ്. എന്നാലും തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഈ കിടപ്പ് രോഗികൾ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് എണീച്ചിരിക്കാൻ പറ്റത്തില്ല, അവരുടെ ശരീരമൊക്കെ റഫായിരിക്കും, അവരുടെ ക്യൂട്ടേരിയസ് സർക്കുലേഷൻ, ദറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ക്യൂട്ടേരിയസ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റഡ് അല്ലെങ്കിൽ, ഞാൻ അത് പറയാനാണ് മെയിനായിട്ട് ഇവിടെ ഇപ്പം വന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ തൊലിക്കിടയിലുള്ള ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് ഒരു സൂചി കൊണ്ട് കുത്തിയ നമ്മുടെ ഡയബറ്റിക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് വെയിന് ഒന്നും കണ്ടുകൊണ്ടല്ലോ നമ്മൾ കുത്തുന്നത്. ആ തൊലിപ്പുറത്ത് കുത്തുമ്പോഴത്തേനൊന്ന് ഞെക്കുമ്പോൾ ചോര വരും അല്ലേ. അപ്പോൾ ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ഒരു നെറ്റ്വർക്ക് ബോഡിയിലെ നെറ്റ്വർക്കാണ് ക്യൂട്ടേനിയസ് സർക്കുലേഷൻ. ആ ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഇച്ചിങ് ആൻഡ് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും അല്ലേ. ഓക്സിജൻ കിട്ടുന്നില്ല. തൊലിപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടേണ്ടത് തൊലിപ്പുറത്താണ്. കാരണം നമ്മുടെ ഈ കാറ്റത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ രോമഭൂഖങ്ങളിൽക്കൂടെയാണ് ഓക്സിജൻ കയറുന്നത്. നമ്മുടെ വായിൽ കൂടെ അല്ലെ മൂക്കിൽ കൂടെ അല്ല, ഏറ്റവും കൂടുതൽ ഓക്സിജൻ പിടിച്ചെടുക്കുന്നത് നമ്മുടെ രോമകൂപങ്ങളിൽ കൂടെയാണ്. അപ്പോൾ അത് ക്യൂട്ടേനിയസ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാതെ ഒരു വ്യക്തി റൂം അടച്ച് ബെഡ്റൂമിൻ്റെ അകത്ത് കംപ്ലീറ്റ് കിടപ്പായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ഒരിക്കലും ഫങ്ഷനബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മുടെ ഈ ബോഡിയിലെ ഈ മാഗ്നറ്റിക് തെറാപ്പി, ഈ ബെഡും പില്ലോപ്പാടും വാട്ടർ പാഡും സിസ്റ്റ് ബാൻഡും എല്ലാം കൂടെ കൊടുക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ ഇതൊന്നും ഈ പെട്ടെന്ന് ഈ സ്കിന്ന് ഇത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, ചൂടുണ്ടാകും, അല്ലെങ്കിൽ ഒരു വല്ലായ്മ ഉണ്ടാകും. ഇത്രയും ദിവസം അങ്ങാരെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കൊണ്ട് നടന്നതായ ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? രോഗികളുടെ ആവശ്യത്തിന് വേണ്ടി ആ നേഴ്സിനെ നിർത്തിക്കുന്നതും അല്ലെ ഭാര്യയോ മക്കളോ അവന് സംരക്ഷിക്കുന്നത്. അപ്പോൾ രോഗി ഒരു നെഗറ്റിവിറ്റി പറയാം, ഇത് എനിക്ക് ഇട്ടപ്പോഴേ എനിക്ക് ചൊറിച്ചില്ല, അത് വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, രോഗിക്ക് വേണ്ട. കാരണം പിന്നെ ആ ഭാര്യ വിചാരിച്ചാലോ ആര് വിചാരിച്ചാലോ ആ കിടപ്പ് രോഗി അത് ഉപയോഗിക്കില്ല. അവൻ്റെ മെൻ്റൽ സൈക്കോളജി അങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മാറ്റിവെക്കും അവന് സന്തോഷം, പല രീതിയിൽ പോകും. അപ്പോൾ ആ വ്യക്തി സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആ കുടുംബനാഥനോ ആ ഭാര്യയോ പറയുന്ന വേറെ ആളോട് പറയുന്നു, ഞങ്ങൾ രാജു ഡോക്ടറുടെ നിന്ന് അത് വാങ്ങിച്ചായിരുന്നു, ആ ബെഡ് വാങ്ങിച്ചായിരുന്നു, പുള്ളിക്ക് ഉപയോഗിച്ചു, ഉപയോഗിച്ചിട്ട് പുള്ളി വേണ്ടാന്ന് പറഞ്ഞു, ചൊറിച്ചിലാണെന്ന് പറഞ്ഞു, ഇച്ചിങ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം അത് മാറ്റിയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ് കൂടുതൽ ഈ ക്രോണിക് പേഷ്യൻസിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്. അപ്പം തീർച്ചയായിട്ടും അവരെ നമ്മൾ രണ്ടാമത് നല്ല ലൈനിലോട്ട് കൊണ്ടുവരാൻ വലിയ പാടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആ രോഗികളുടെ ഇഷ്ടമല്ലേ ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ബേസിക്കായിട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയ മിറക്കിൾ പ്രൊഡക്റ്റാണ്, അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഞാനൊരു റെപ്യൂട്ടഡ് പേഴ്സണായിട്ട് പത്രാവധി താമസിക്കുമ്പോൾ ഏറ്റവും ഹൈ ആയിട്ടൊരു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് കൊണ്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വണ്ടർഫുള്ളാണ്. പക്ഷേങ്കിൽ എല്ലാവരിലും അത് 100% പ്രവർത്തിച്ച് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ യൂസേജ് എടുക്കുന്നില്ല, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ ചോദിച്ചോട്ട് പറഞ്ഞോട്ടെ. ഓക്കെ, താങ്ക് യു സാറേ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ചന്ദ്രൻ, ാണ്. കേൾക്കുന്നുണ്ടോ സാറേ? ഉണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാലേ ഞാനിത് ഒരാൾക്ക് കൊടുത്തു. അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ അയാൾക്ക് യാതൊരു റിസൾട്ടും ഇല്ല. ഒരു വർഷം വരെ അയാൾ പറഞ്ഞത് എനിക്കിത് ഉപയോഗിച്ചിട്ട് യാതൊരു റിസൾട്ടും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അതിന് മാറ്റം വരും. കാരണം ഇത് സെല്ല് കളിയാണല്ലോ ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് 100% ഓക്കെയാണ്, നിങ്ങൾക്കത് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു കോശം പുനർജനിച്ച് നാശത്തിലേക്ക് വരുന്നത് 120 ദിവസം കൊണ്ടാണെന്നല്ല. അങ്ങനെ 4 120 കടന്നു പോകുമ്പോൾ പ്രായഭേദമന്യേ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നതിൽ നമ്മുടെ ശരീരത്തെ എത്തിക്കും. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരസുഖം
അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളത് ഒരു കൊല്ലത്തിന് ശേഷമാണ് അയാൾ എന്നോട് പറയുന്നതാണ്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യും, മാറും എന്നുള്ളത് 100% ഓക്കെയാണ്. യെസ്, താങ്ക് യു ചന്ദ്രൻ സാറെ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു ഡോക്ടർ സാർ തന്നത്. അതിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയും. അതാണ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മൈൻഡിനെ പറഞ്ഞെടുക്കുക. നമുക്ക് രണ്ട് മനസ്സാണുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും രണ്ട് സബ് കോൺഷ്യസ് മൈൻഡുമാണ്. എന്താ കോൺഷ്യസ് മൈൻഡ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ കേട്ട് ആ ചെവി കൂടെ ഇറങ്ങിപ്പോ നമ്മുടെ ഹൃദയത്തിലൊന്നും അത് പതിക്കത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ അത് ഫീഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് ഉൽപ്പന്നം, അതായത് ഇപ്പൊ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഉൽപ്പന്നവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഉൽപ്പന്നമായിട്ട് ചേരുന്ന സമയത്ത് അദ്ദേഹം ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം വിശ്വസിക്കണം, ഞാനൊരു 10, 700, 900 തന്നതിലുപരിയായിട്ട് എന്റെ ശാരീരിക ബുദ്ധിമുട്ട് മാറുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ മാറുവാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതല്ല, മാറും എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്ന് ഫീഡ് ചെയ്യണം. അവിടെയാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. ഞാൻ ഉറപ്പായിട്ട് പറയാം. ഇപ്പൊ ചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു പ്രയോജനം ഇല്ലാന്ന് പറഞ്ഞ വ്യക്തിക്ക് 1 വർഷം കഴിഞ്ഞപ്പം പ്രയോജനം കിട്ടി. അപ്പൊ ശരീരം എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും വലിയ ഡോക്ടർ, നമ്മുടെ ഗംഗാധരൻ ഡോക്ടറോ അല്ലെങ്കിൽ പെരിയപ്പുറം ഡോക്ടറോ ഒന്നുമല്ല ഏറ്റവും വലിയ ഡോക്ടർ. അവരോട് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതുകൊണ്ടല്ല പറഞ്ഞത് അവർ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ. നമ്മുടെ ശരീരത്തിന് അറിയാം കിട്ടേണ്ട സാധനം കിട്ടിയാൽ എവിടെയൊക്കെ എത്തിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ശരീരത്തിന് ഡിസോർഡർ കറക്റ്റ് ആകുന്ന സമയത്ത് ശരീരം ഓർഡറായി മാറും. അപ്പൊ ശരീരം ഓർഡർ ആവണമെങ്കിൽ ഇത് പറയുന്ന പോലെ കണ്ടിന്യൂറ്റി വേണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലീഡേഴ്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ കൃത്യമായി പറയുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണം. ചിലർ ഉപയോഗിക്കില്ല, ചിലർ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ മനസ്സ് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം, നമ്മൾ അവരെ പ്രേരിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആളുകൾക്ക് ഇത് സംസാരിക്കാം. ഓക്കെ, ഹലോ ഹലോ, ഒരു മിനിറ്റ് ഞാനൊന്ന് ഇതിനോട് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സംശയമൊക്കെ എനിക്കും വലിയ ഇഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സലീം സാർ പറയുന്ന പോലെ ഈ ഓരോ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ അറിവ് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് ഒന്നും അറിയാത്തവരുടെയും നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. പ്രാക്ടിക്കൽ നോളജ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിത് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ട, എനിക്ക് അനുഭവമാണ് തന്നെ. നമ്മൾ കൊടുത്ത പേഷ്യൻറ്റിൻ്റെ അകത്തും അനുഭവമുള്ള ടെസ്റ്റിമണിയും കൂടെ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞു ക്യൂട്ടേനിയസ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ്, അത് വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, നമ്മൾ സാധാരണ കിടക്കുന്നവരെ കൂടുതലായിട്ട് ആക്ഷൻ കിട്ടാത്ത ഒരു റീസണുണ്ട്, നമ്മൾ തള്ളിക്കളയുന്ന റീസണാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ രാത്രിയിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഡീപ്പ് സ്ലീപ്പ് സമയത്താണ് നമ്മുടെ റിപ്പയർ പ്രോസസ്സൊക്കെ ബോഡിയിൽ ശരിയാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാ ജനലും കഥ അടച്ചിട്ടാണ് കിടക്കുന്നത്, അല്ലേ? ഈവൻ എയർ ഹോൾ പോലും കാണത്തില്ല, ഒരു ജനലും തുറന്നിട്ടില്ല. അപ്പം നമ്മുടെ ആ റൂമിൻ്റെ അകത്തുള്ള ഓക്സിജൻ മാത്രം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ ശ്വസനം കാർബൺ ഡയോക്സൈഡും വേസ്റ്റും എല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഫാൻ അതിട്ട് വീണ്ടും കറക്കുകയും ചെയ്യും. അപ്പം ഫ്രഷ് ഓക്സിജൻ ഇൻടേക്ക്, അകത്തോട്ട് വരുന്ന ഫ്രഷ് ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് നമ്മുടെ ആ ശരീരത്തിന് പോറ്റാൻ. ഇപ്പം ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ കിടക്കുന്നു, അല്ലെങ്കിൽ മക്കളെല്ലാം കൂടെ എല്ലാം കൂടെ ഇത്രയും പേരുടെ വിഷമാണ് കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെറ്റാബോളിസം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എക്സ്ക്രീഷൻ വിഷമാണ് അവിടെ വായു സർക്കുലേറ്റ് ചെയ്യുന്നത് ഫാനിൽ കൂടെ. നമ്മൾ ഒറ്റ ജനൽ തുറക്കാത്ത ഒരുപാട് റീസൺസ് ഉണ്ട്. കള്ളന്മാരെ പേടിച്ച്, അല്ലെങ്കിൽ പാമ്പ് കയറുമെന്ന്, അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. പക്ഷേങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു കാരണവശാലും 100% റിസൾട്ട് കിട്ടത്തില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം, ഞാൻ മറ്റുള്ളവരുടെ കൊടുത്ത ജീവിതത്തിലെ അനുഭവം. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ചിലർ പറയും കൊതു കയറും സാറേ, ശരിയാ, കൊതു കയറും, നമുക്ക് വർക്കം ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ ഒരു ജനലിൽ 4 പാളി അല്ലെങ്കിൽ 3 പാളി 2 പാളിയുള്ള ജനലാണെങ്കിൽ ഒരു പാളി നെറ്റ് അടിച്ചിട്ട് അത് അടയ്ക്കണം. അപ്പോൾ ഫ്രീ ആയിട്ട് എയർ സർക്കുലേഷൻ വരും. അപ്പോൾ 100% ഒരു എയർ വെളിയിലുള്ള ഒരു എയർ സർക്കുലേഷൻ നമ്മുടെ റൂമിൻ്റെ അകത്ത് വരണം. മനസ്സിലായി? അത് 100% എഫക്റ്റാണ്. അത് ഒരു പോയിന്റ്. അപ്പം ഞാനിപ്പോൾ കിടക്കുന്നത്, ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ, ഞാൻ ഒരു നെറ്റ് അടിച്ചിട്ട് അത് തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത്, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ഈ സൂര്യപ്രകാശം കയറണം. അതുകൊണ്ടാണ് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ഈ വീട് വെക്കണമെന്നും ഉയരത്തിൽ വെക്കണമെന്നൊക്കെ പറയുന്നത്. ഉദയസൂര്യൻ, അത് ഉദയഭഗവാൻ അല്ലേ, അത് അദ്ദേഹം ആദ്യത്തെ ഡോക്ടർ ഒന്ന്, നമ്മുടെ ഭൂമി മാഗ്നറ്റ് ആദ്യത്തെ ഡോക്ടർ, സൂര്യൻ രണ്ടാമത്തെ ഡോക്ടർ. ഈ രണ്ടാമത്തെ ഡോക്ടർക്ക് 2 ക്വാളിറ്റീസ് ഉണ്ട്, ഒന്ന് പ്രിവെൻഷനും ഉണ്ട്, ക്യൂറും ഉണ്ട്. അപ്പോൾ ഉദയഭഗവാൻ യഥേഷ്ടം നമ്മുടെ റൂമിൽ കടന്നു വരണം. ആ ഫംഗസ് എല്ലാം നശിക്കും. നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിസത്തിന് ഒരുപാട് ഫംഗസ് ബാധ ഉണ്ടാവും. അപ്പോൾ അത് കാറ്റിൻ്റെ അകത്ത് എയറിൻ്റെ അകത്തോടും സൂര്യപ്രകാശ രശ്മി കൂടെയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാവുന്നത്.
അപ്പൊ ആ സൂര്യരശ്മി നമ്മുടെ പറയാം രാവിലെ എണീക്കുമ്പോഴും ആ ജനൽ നമ്മളെല്ലാം തുറന്നിടണം. ആ സൂര്യഭഗവാൻ യഥേഷ്ടം നമ്മുടെ ബെഡിലും നമ്മുടെ ഫ്ലോറിലും നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ കയറി വരാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി സിന്തസിസിന് സൂര്യപ്രകാശം ആവശ്യമാണ്. രാവിലെ ഇച്ചേരം എണ്ണിക്കാൻ വയ്യാത്ത ഒരു രോഗിയാണെങ്കിൽ തന്നെ ഒരു കസാര എടുത്തോട്ടിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലോ കാർപോർച്ചിലോ അല്ലെ ഉദയസൂര്യൻ കടന്നു വരുന്നിടത്ത് കൊണ്ട് ഇരുത്തണം, അല്ലെങ്കിൽ നമ്മളും അവിടെ ഒരു 10 മിനിറ്റ് ഇരുത്തണം. അതുകൊണ്ടാണ് രാവിലെയൊക്കെ നടക്കാൻ പോകണമെന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള സൂര്യരശ്മിയും എടുക്കണം, എയർ സർക്കുലേഷനും വേണം. അപ്പോൾ ഈ രണ്ടും പ്രകൃതിയുടെ വരദാനങ്ങളായ ഇതിനെ നമ്മൾ അനുഭവിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ, നമുക്കറിയാം എല്ലാവർക്കും ഇതിന് ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ വരുമ്പോഴാണ് അതിനൊരു വേർഡ് തന്നെ അതാ ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ, ഇമ്പ്രൂവ് ചെയ്യാനുള്ള റിയാക്ഷൻ. സാധാരണ നമ്മളൊരു മെഡിസിൻ ഒരാൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അത് റിയാക്ഷൻ വന്നെന്ന് പറയും, അല്ലെങ്കിൽ അലർജി വന്നെന്ന് പറയും. പക്ഷേ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ എന്നാണ് പേര് പറയുന്നത്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഇതിന് ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ അസുഖം കൂടുമെന്ന് ഒരിക്കലും നമ്മൾ ആദ്യമേ അവരോട് പറയരുത്. നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഐഡി ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവിടെ സെയിൽ നടക്കത്തില്ല. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നേരം പറയണം, നിങ്ങളിത് കിടക്കുമ്പോൾ പുതിയൊരു സാധനം നിങ്ങളുടെ ബെഡിലോട്ട് കൊണ്ടിടുമ്പോൾ ബോഡി തന്നെ ചോദിക്കും, ഇത് എന്തുവാണ് പുതിയ സാധനം ഇന്നോട്ട് എൻ്റെ ശരീരത്തിൻ്റെ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്, എന്തോ പരിപാടിയാണ്. അപ്പോൾ അവൻ അതിന് റിജക്റ്റ് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ചൊറിച്ചിലും ബുദ്ധിമുട്ടിലും ഏക്ക് ആൻഡ് പെയിൻ കൂടും. 20% ആൾക്കാരുടെ ഡെഫിനറ്റായിട്ട് കൂടും. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ അത് മാറ്റിവെക്കും. മനസ്സിലായി? എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഇപ്പം പുതിയ കയറിയ ആൾക്കാർക്ക് എന്നെ പറ്റി അറിയത്തില്ലായിരിക്കും. പക്ഷേങ്കിൽ ഞാനൊരു ക്രോണിക് പേഷ്യൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ അമേരിക്കയിൽ നിന്ന് അന്ത്യഉദാശി എന്നു വിട്ട് എൻ്റെ എല്ലാ സിസ്റ്റവും തരാറായിരുന്നു. ഇപ്പോഴും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാകാൻ പോകുന്നു. ഇപ്പോഴും നല്ലപോലെ ഒരു മാസം 2 മാസം കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ആകെ പെയിനും വെയിനും ദേഷ്യവും ഭയങ്കര വരും. പക്ഷേ അന്നേരവും നമ്മൾ വിചാരിക്കുന്നതാണ് ഓരോ സെക്ഷൻ നമ്മൾ റിജുനുവേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ RBC ആണ് ഇതിനെല്ലാം ആള്, അവനാണ് വില്ലൻ. ആ RBC ഇല്ലെങ്കിൽ RBCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൊടുക്കുന്നത്, ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യണം, വെള്ളം ട്രാൻസ്പോർട്ട്. ഈ 3 കാര്യവും നമ്മുടെ സെല്ലിന് ആവശ്യമാണ്. സെല്ല് നല്ലപോലെ കത്തണമെങ്കിൽ മാഗ്നറ്റിസത്തിനോട് കൂടി വേണം, ബേസ് മാഗ്നറ്റിസം ആയിരിക്കണം. അതിൻ്റെ അകത്തൂടാണ് RBC നല്ലപോലെ സഞ്ചരിച്ച് ശക്തി പ്രാപിച്ച് ഓക്സിജനും വാട്ടറും ന്യൂട്രിയൻസും കൊണ്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഫുൾ റിജുനുവേഷൻ കിട്ടുന്നത്. അല്ലാതെ മാഗ്നറ്റിക് എനർജി മാത്രം കൊണ്ട് ഒരു കാരണവശാൽ ഒരു ബോഡിക്ക് ഫുൾ റിജുനുവേഷൻ കിട്ടത്തില്ല. ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ RBC നമ്മൾ ഉണ്ടാകുന്നത് ബോൺമാരോയിൽ നിന്നാണ്. ബോൺമാരോയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, ഈ ബെഡേ കിടന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയുന്നത്. അപ്പോൾ RBCയുടെ സൈക്കിൾ മുമ്പേ പറഞ്ഞ പോലെ 120 ഡേയ്സാണ്, 120 ദിവസം കഴിയുമ്പോൾ ഈ RBC ചത്തുപോകും, എന്നിട്ട് പുതിയ ലോട്ടുണ്ടാവും. അപ്പോൾ ഈ ബെഡേ കിടന്നുണ്ടാകുന്ന RBC വേണം ഹൈലി റിച്ച് സ്ട്രെങ്തൻഡ് ഓക്സിജനേറ്റഡ് RBC ആയിരിക്കും. അവന് ജോലി ചെയ്യാൻ നല്ല പവർ കാണും, ശക്തി കാണും. ഈ ന്യൂട്രിയൻസിനെയും ഓക്സിജനെയും വെള്ളത്തിനെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുവാനായിട്ട് നല്ല കരുത്ത് കാണും. ആ കരുത്ത് പ്രാപിക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ വരും. ഒരു റൊട്ടേഷൻ വരുമ്പോൾ ഒരു സെറ്റ് RBC ചായത്തിൻ്റെ അടുത്ത ആൾ ചാർജ് എടുക്കുമ്പോൾ നമുക്ക് ഏക്ക് ആൻഡ് പെയിൻ കൂടും. അതാണ് ഇമ്പ്രൂവ്മെന്റ്. അതുകൊണ്ടാണ് യൂസ് ചെയ്തവരും സാറേ കുറച്ചുകൾ ഞാൻ യൂസ് ചെയ്തു, 6 മാസം 1 വർഷം യൂസ് ചെയ്തു, എന്നാലും എനിക്ക് പെയിൻ വരുന്നു സാറേ എന്ന് പറയുന്നത് RBC റൊട്ടേഷൻ ടൈമിൽ വരുമ്പോഴാണ് വീണ്ടും നമുക്ക് ഏക്ക് ആൻഡ് പെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ സ്ട്രെങ്തൻ തരാനുള്ള പുറപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. അത് ഒരുപാട് പേർക്ക് അത് അറിയത്തില്ല. ഈവൻ നമ്മുടെ സൂമിൽ പോലും അറിയത്തില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 1 വർഷം കഴിഞ്ഞാലും ഏക്ക് ആൻഡ് പെയിൻ വരും, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീണ്ടും തലപൊക്കും. കാരണം അതിന് ഫുൾ റിജുനുവേഷൻ. ഇതിൻ്റെ ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയുടെ ഒറ്റ വാർഡിൽ നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. ഒരു ഹ്യൂമൻ ബോഡി രോഗത്തിൽ നിന്ന് നോർമലൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നോർമലൈസേഷൻ ആക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്സ് വേണം, നമ്മൾ അറിയാൻ പറ്റാത്ത അൺസീൻ ഡ്യൂട്ടീസാണ് അത് എടുക്കുന്നത്. മാഗ്നറ്റിസം ഈസ് എൻ അൺസീൻ പവർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ മാഗ്നറ്റിസം അൺസീൻ പവർ, അൺസീൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഫംഗ്ഷനാണ് ഏറ്റെടുത്ത് നോർമലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്താണ്. എന്നാൽ രാജ് സാർ കോമൺ സത്യമായ കാര്യം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അദ്ദേഹം ചോദ്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് തന്നത്. എന്നാലും ആ കാര്യങ്ങൾ അവതരിപ്പിച്ച രാജ് സാറിന് ഫ്രം ദ ഹാർട്ട് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. ഓക്കെ, സാറിന്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമാണ് ഇവിടെ വിളിക്കുന്ന ആളുകൾക്ക്. സാർ അത് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ, സലീം സാർ. ഹലോ, പറഞ്ഞോളൂ.
സാറേ നമ്മളിപ്പോ ഇവിടെ ഒരു ചോദ്യോത്തര രീതിയാണല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോഡക്റ്റ് ഇപ്പൊ അടുത്ത ദിവസം കൊടുത്തിട്ടുള്ളതിന്റെ ഒരു റിസൾട്ട് എന്നല്ല, അതിന്റെ ഇമ്പ്രൂവ്മെന്റും നമുക്കത് അതായത് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വരുന്ന നമ്മൾ പറയാറുണ്ട് സാധാരണ ആളുകളോട്. അതായത് ഞാനൊരു 13 വർഷമായിട്ട് ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറാണ് അദ്ദേഹം. 37 വയസ്സായിട്ടുള്ളൂ. അപ്പൊ 13 വർഷമായിട്ട് അദ്ദേഹം വീൽ ചെയറിലാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ള രണ്ടാളുടെ പിതാവിന്റെയും മാതാവിന്റെയും സംരക്ഷണയിൽ എല്ലാ കാര്യം അവര് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനിത് എന്നോട് ഒരാൾ പറഞ്ഞിട്ട് പോയി സംസാരിച്ചു. അപ്പൊ സംസാരിച്ച് വന്ന സമയത്ത് ഈ പയ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മ പറയുന്നതെല്ലാം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളോട് അതിന്റെ മറുപടി എഴുതി ടാബിൽ എഴുതിയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അവസ്ഥയിലാണ് പയ്യൻ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 95% എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ പയ്യൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബാപ്പയും ഉമ്മയും കൂടി എന്തായാലും സലീമെ ഇതൊരെണ്ണം നമുക്ക് വേണം, എന്തായാലും എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്ത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ആ പയ്യനോട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പോ മാട്രസിൽ ഞാൻ നിങ്ങളെ കിടത്തില്ല, നിങ്ങളൊരു 30 ദിവസം ഈ മാഗ്നറ്റൈസർ വാട്ടറും കുടിച്ച് ഈ റിസ്റ്റ് പാഡ് തലയിലും കയ്യിലുമായിട്ട് മാറി മാറി കെട്ടിക്കൊണ്ട് ഇതുമായിട്ടൊരു കോമ്പിനേഷൻ, നമ്മുടെ ബോഡി ഒരു കോമ്പിനേഷനിൽ വന്നതിന് ശേഷമേ ഇതുമേൽ കിടത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് കൊടുത്ത് പോന്നു. ഇത് കൈമല് കെട്ടി വെള്ളവും കുടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ ആ പയ്യന് പെയിൻ തോന്നിയ സമയത്ത് പിന്നെ അവൻ ഉപയോഗിക്കുന്നില്ല. നിർബന്ധ ബുദ്ധിയാണ്. അതായത് വയ്യാതിരിക്കുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അത് മാറ്റി. അങ്ങനെ ബാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. അങ്ങനെ ഞാൻ ആ പയ്യനോട് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി. ഞാനിപ്പോ അതിന്റെ സയൻസിലേക്ക് ഒന്നും പോകുന്നില്ല, വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനാണല്ലോ. അങ്ങനെ മോനെ ഇത് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് ആണ്, ഇത് മോന്റെ ബോഡി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു മാറ്റം വരും. കൂടെ ഒരു മോർ പവറും കൂടി, അപ്പൊ മോർ പവറിന്റെ കാര്യമൊക്കെ വാപ്പോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മോർ പവറും കൂടി മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിനെ, അതായത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു 95%. അപ്പൊ ഞാൻ പറഞ്ഞു 95% മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഇത് എഫക്ട് ചെയ്യുള്ളൂ. 5% ഇത് എഫക്ട് ചെയ്യില്ല എന്നുള്ളത് ഇത് നിർമ്മിച്ചുള്ള ഡോക്ടർ സാഗർ ജോഷി സാറ് പറയുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ആവശ്യം. അപ്പോ ഈ 5% നമ്മൾ പെടാതിരിക്കട്ടെ, ഈ 95% നമ്മൾ പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോ ഇത് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റം വരും എന്ന് പറഞ്ഞ് രണ്ടാമത് ഇത് ഉപയോഗിപ്പിച്ചു. നിർബന്ധമായിട്ട് പറഞ്ഞ് ചിരിച്ചും സന്തോഷിപ്പിച്ചൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചു വന്നപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. അപ്പൊ 1 മാസം കഴിഞ്ഞ സമയത്ത് മാട്രസ് വിരിച്ച് മാട്രസിൽ കിടത്തണമെന്ന് പാപ്പോടും ഉമ്മോടും പറഞ്ഞു പോന്നു. അപ്പൊ ആ രീതിയിൽ അവർ ചെയ്തിട്ട് വേറൊരു ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല ശരീരത്തിന്. അപ്പൊ അവര് മോർ പവർ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അതായത് ചില ശരീരത്തിനകത്ത് നമുക്ക് ഇത് പെട്ടെന്ന് ഈ മാഗ്നറ്റിന്റെ മാട്രസ് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിക്കും. അപ്പൊ അതായിരിക്കണം കൂടുതൽ തോന്നിക്കുന്നത്. കണ്ടമാനം കാലം മരുന്ന് കഴിച്ച് ശരീരത്തിന്റെ സിസ്റ്റം മൊത്തം തകരാറിലായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് യൂസ്, അതായത് വെള്ളമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. ഇതിനകത്ത് വെള്ളം നല്ലവണ്ണം കുടിക്കണം. അത് ഡോക്ടർമാർ പറയുന്ന പോലെ തന്നെ ശരീരത്തിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ കുടിക്കണം. ആളുകൾക്ക് മൂത്രമുള്ളാൻ പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ആളുകൾ ഇത് ഉപയോഗിക്കാത്തതിന്റെ കാരണം കൂടുതൽ. പിന്നെ ഇത് കയ്യിൽ കെട്ടാനിട്ട്, ഇത് കയ്യിൽ കെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. രാത്രി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഗുണങ്ങള് പകൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സാധനം ശരീരത്തിനകത്ത് എവിടെയെങ്കിലും നമ്മളിത് ഉപയോഗിച്ചിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന പോലെ തന്നെ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ സൂമിൽ. പക്ഷെ ഇതിന്റെ ഉപയോഗം ഡോക്ടർ രാജു സാറ് പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് നമുക്കൊരു ദോഷമില്ല. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള 3-നും 4-നും ഇടയിൽ മില്ലിഗ്രാം അയൺ ഉണ്ട്. ഈ അയണും ഈ മാഗ്നറ്റും തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് റിലീഫ് കിട്ടുന്നത്. അപ്പോ ഇതിനൊരു അളവൊന്നുമില്ല. നമ്മുടെ ശരീരം ആവശ്യത്തിനുള്ളത് മാത്രമേ വലിച്ചെടുക്കുള്ളൂ, കൂടുതലൊന്നും വലിച്ചെടുക്കൂല. അപ്പൊ അത് നമ്മൾക്കൊരു തിരിച്ചറിവും കൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മൾ ശരീരത്തിന് ഭക്ഷണം നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കും. അതായത് നമുക്ക് 1000 കലോറി വേണ്ട 5000 കലോറി കഴിക്കും. പക്ഷെ അത് നമുക്ക് ദോഷമായി തിരിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ മനുഷ്യന്റെ രോഗത്തിന്റെ മാറ്റം. അപ്പോ ഇതാണ് ഇതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും എന്ന് പറയുന്നത്.
ഓക്കെ, താങ്ക് യു സലിമിക്കയുടെ വാല്യുബിൾ ഇൻഫർമേഷന് ഭയങ്കര നന്ദി പറയുന്നു. മലയാളി എപ്പോഴും പൊളിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. മലയാളി പൊളിയാന്നാണ് പറഞ്ഞത്. എന്താ സംഭവം? നമ്മൾ പലപ്പോഴും പരീക്ഷയിൽ തോറ്റു പോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാതെ ആൻസർ എഴുതും അല്ലേ? നമ്മൾ മലയാളികളുടെ പ്രത്യേകത ക്വസ്റ്റ്യൻ നോക്കാതെ ആൻസർ എഴുതും. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ റിസൾട്ട് ഷെയറിംഗ് അല്ല ഇന്ന്. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ ചോദ്യോത്തര വേളയാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള റിസൾട്ട് കിട്ടാത്ത ആളുകൾക്ക് ആ റിസൾട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളതിന്റെ ചോദ്യമാണ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് മറുപടി തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ പല ആളുകളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മറുപടി കൊടുക്കുന്നു. പ്ലീസ് അത് ശ്രദ്ധിക്കുക. ഇന്ന് റിസൾട്ട് അല്ല, നമ്മൾ ഇവിടെ ഒരാൾ ഇതിനെ ലീഡ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അദ്ദേഹം അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും 10 വർഷമാണ് ഞാനൊരു വെൽനസ് ഫീൽഡിൽ വർക്ക് ചെയ്തൊരു വെൽനസ് കോച്ച് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് 2-3 മിനിറ്റ് കൊണ്ട് ചോദിക്കട്ടെ, ആ മറുപടി നമുക്ക് കൊടുക്കാം. ഇപ്പൊ 2 പേർക്കാണ് ഇത് ചോദിക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആളുകൾക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് സാർ. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് രോഗം മാറുന്നതല്ല, നമ്മുടെ ശരീരത്തിലെ മുഖ്യ അസുഖങ്ങൾക്ക് കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു. അത് മുഖേന അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത ആളുകൾക്ക് നമ്മൾ ആഫ്റ്റർ ഫോളോ അപ്പ് ചെയ്യും. മിക്ക ആളുകൾക്കും ബാക്ക് പെയിൻ, നമ്മളെ ചുരുങ്ങിയ കാര്യം പറഞ്ഞ ലേഡീസിനൊക്കെ ബാക്ക് പെയിനും അതുപോലെ പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഇത് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ ഫോളോ അപ്പ് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവർ നല്ല മാറ്റമുണ്ട്, ഓരോ ഉറക്കം കൊണ്ടാണെങ്കിലും നല്ലൊരു ഉറക്കം കിട്ടിയാൽ ഈ ബാക്ക് പെയിൻ കുറവുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉഷാറുണ്ട്, നീർക്കെട്ടുകളൊക്കെ കുറവുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പറയും. പറഞ്ഞതിന് ശേഷം ഇപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം, ഇപ്പൊ ഒരു 3 മാസക്കാലമായിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുത്തു, കറക്റ്റ് ആയിട്ട് ഞാൻ ആഫ്റ്റർ ഫോളോ അപ്പ് ചെയ്തു. അവർക്ക് നല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവരോട് ചോദിച്ചപ്പോൾ അവരോട് നല്ല മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആള് ഇപ്പൊ ഈ അടുത്ത ദിവസം, ഇപ്പൊ 3 മാസക്കാലമേ കൊടുത്തിട്ട്, ഇപ്പൊ ഈ അടുത്ത ദിവസം അവർ വിളിച്ചിട്ട് പറയാ, ഫോണിലൂടെ വിളിച്ചപ്പോൾ അവൾ പറയുകയാണ് ആ പോയ വേദനകളെല്ലാം റിട്ടേൺ വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സാറിന് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡിനോട് അത് നാച്ചുറാലിറ്റിയുടെ ഭാഗമാണ്, നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ശരിയായ ഉപദേശം എന്താണ് സാർ? അവർക്ക് കൊടുക്കേണ്ട ശരിയായ റിസൾട്ട് എന്താണ്? വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ എല്ലാവരും അറിയേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. അതിന് ആൻസർ ഞാൻ പറയാം അല്ലെ. നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളൊന്നും അസുഖം മാറ്റുന്നതല്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും നമ്മുടെ MD പോലും പറയുന്നില്ല ഇത് അസുഖം മാറ്റുന്ന ഒരു ഉൽപ്പന്നമാണെന്ന്. പക്ഷെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിന്റെ, ഞാൻ പറഞ്ഞു ബോഡിയാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന് പറഞ്ഞു, ശരീരത്തിന്റെ അകത്ത് എന്താണോ ഡിസോർഡർ ആയിട്ടുള്ളത് അതിനെ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ മാഡം പറഞ്ഞതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ 90% രോഗത്തിന്റെ കാരണം, അത് നമ്മുടെ MD തന്നെ പറയുന്നുണ്ട്, 90% രോഗത്തിന്റെ കാരണം ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ബ്ലഡിന്റെ സർക്കുലേഷനെ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ അവിടെ കിട്ടുന്നത്? നമ്മൾ ഓക്സിജന്റെ അളവാണ് കറക്റ്റ് ആകുന്നത്. അപ്പൊ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സാർ ഇവിടെ പറഞ്ഞു, ഇവിടെ രാജു സാർ പറഞ്ഞു, ഒരു സെല്ലിന്റെ കാലാവധി 120 ഡേയ്സ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെല്ലുകൾ നശിക്കുന്നുണ്ട്, അതിനുശേഷം പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എനർജറ്റിക് ആയി മാറുന്നത്. അപ്പൊ സെല്ലുകളുടെ ആക്ടിവേഷൻ നിർബന്ധമായിട്ട് നമുക്ക് ലഭിക്കും. അപ്പൊ ഈ സെല്ലുകളുടെ ആക്ടിവേഷൻ ലഭിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി പവർ, മറ്റുള്ള രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത്. അപ്പൊ മറ്റുള്ള രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്, അതിനകത്ത് റീചാർജ് ചെയ്ത് വിളിക്കാൻ പാകത്തിനുള്ള പൈസയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എന്താ ഇല്ലാത്തത്? അതിൻ്റെ അത് ചാർജ് ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടത്. നമ്മുടെ ശരീരം റെഡിയാണ്, പക്ഷേ നമ്മുടെ ശരീരം സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് ആക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ആക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ വേണം, എവിടെ വേണം? ബ്ലഡിന്റെ സർക്കുലേഷൻ വേണം. ബ്ലഡ് സർക്കുലേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നാച്ചുറാലിറ്റി ഇവിടെ വരുന്നുണ്ട്. പണ്ട് ഭൂമിക്കൂടെ ചെരുപ്പിടാൻ നടക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള മാഗ്നറ്റിക് എനർജി ഞാൻ പണ്ട് പറഞ്ഞു കാലിനെ ആകർഷിക്കുന്നുണ്ട്. ആകർഷിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള 4 ഗ്രാം അയൺ കണ്ടന്റിനെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 ഗ്രാം അയൺ കണ്ടന്റിനെ ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്യുമ്പോഴാണ് ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയി മാറുന്നത്. അപ്പൊ ചോദിക്കാൻ എന്താ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയി മാറാൻ തടസ്സം എന്താന്ന് ചോദിക്കും. തടസ്സം ഇത്രയേ ഉള്ളൂ. ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ കോവിഡ് വാക്സിൻ എടുത്ത ആളുകളുടെ, കഴിഞ്ഞ ദിവസം പേപ്പറിൽ കിടപ്പുണ്ട്, കോവിഡ് വാക്സിൻ എടുത്ത ആളുകളുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു. അപ്പൊ ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്ലഡ് പല പാർട്സുകളിലേക്ക് പോകാതെ വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സ്ലോ ആയി മാറും. അപ്പൊ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ ഉൽപ്പന്നം. അപ്പൊ ഇത് ആദ്യം കുറയും. ഇപ്പൊ ഉറക്കമില്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഉറക്കം കുറയും, അല്ലെങ്കിൽ ശരീരത്തിന് ഭയങ്കരമായിട്ട് വേദനയുള്ള ആളുകൾക്ക് വേദന പെട്ടെന്ന് കുറയും, പക്ഷെ പിന്നീട് ആ വേദന കൂടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ മേഡം പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേദന കൂടി, സാറിന് കൊടുത്തു എന്ന് പറഞ്ഞു. അതെ, സാറിന് കൊടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ.
കൺഗ്രാജുലേഷൻ ആണ് അവിടെ പറയേണ്ടത്. നമ്മൾ കൊടുക്കുന്നയാൾ കൺഗ്രാജുലേഷൻ പറയണം. അപ്പൊ അവർ ചിന്തിക്കും എന്തിനാ നമ്മൾ കൺഗ്രാജുലേഷൻ പറഞ്ഞത്? കൺഗ്രാജുലേഷൻ പറഞ്ഞത് അവരെ പെയിൻ കൂടും. കാരണം കെടാൻ വന്ന ഒരു വിളക്ക് ഇങ്ങനെ കരിന്തിരി കത്തിക്കൊണ്ട് ഒറ്റ ആളിച്ചുണ്ട് അല്ലെ, ആളിയിട്ടാണ് ആ വിളക്ക് കിടന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ചെയ്തതിന്റെ ഭാഗമാണ് വേദന കൂടിയത്. ആ വേദന കൂടിയിട്ട് അത് ശമിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആ ദിവസം വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാഡത്തിന് ഇത് മനസ്സിലായി. ധൈര്യമായിട്ട് വേദന കൂടുമ്പോൾ അവരോട് പറയേണ്ടത് സന്തോഷ വാർത്തയാണ്, കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ ബോഡി അതിനെ പ്രതികരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടത്തിക്കോളും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഹലോ, ചോദിച്ചോളൂ. ഈ നമ്മള് മാഗ്നറ്റിക് ആ വെള്ളം കുടിക്കുന്നതില് നമ്മൾ വെക്കുന്നത് ഇത്ര മിനിറ്റ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ pH ലെവലാവും അല്ലെ? അത് അതിനകത്ത് മാറ്റിക്കഴിഞ്ഞാൽ pH വീണ്ടും ചേഞ്ച് ചെയ്ത് വരുമോ? ഉറപ്പായിട്ടും വരും. നമ്മുടെ കമ്പനി പറയുന്നത് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ ചില്ലുകുപ്പിയാണ് ഏറ്റവും നല്ലത് കേട്ടോ, ചില്ലുകുപ്പി വെള്ളം എടുത്തിട്ട് 15 to 20 മിനിറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണം നമ്മുടെ വാട്ടർ എനർജി പാഡ് ബൈൻഡ് ചെയ്യാനായിട്ട്. അതായത് വെള്ളം എടുക്കുക, 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മുടെ വാട്ടർ എനർജി പാഡ് കെട്ടി വെച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് എനർജി അതിനകത്ത് വെള്ളത്തിലേക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടി അത് മാറ്റി വെച്ചാൽ അത് പിന്നീട് പോകും. അങ്ങനെയാണ് പല ആളുകൾ നമ്മളോട് ചോദിക്കാറില്ലേ, എന്താണ് ഈ വെള്ളം ഞാൻ വേറെ കുപ്പിയിൽ ഒഴിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോട്ടെ, ഞാൻ ഈ വെള്ളം വേറെ കുപ്പിയിൽ ഒഴിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോട്ടെ, ഏത് ഒരു വാട്ടർ എനർജി പാഡ് മേടിച്ചിട്ട് ഈ വെള്ളം കൊണ്ടുപോട്ടെ എന്ന് പറയില്ലേ? ഒരിക്കലും അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ ഇത് കെട്ടി വെച്ച് കുടിക്കുമ്പോൾ മാത്രമാണ് ഈ വെള്ളത്തിന് അതിൻ്റെതായിരിക്കുന്ന ഗുണമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കെട്ടി വെച്ച് തന്നെ യൂസ് ചെയ്യണം. അത് പിക്ക പറഞ്ഞ പോലെ 10 മിനിറ്റ് അല്ല, 15 തൊട്ട് 20 മിനിറ്റ് എങ്കിലും നമ്മൾ കെട്ടി വെച്ചിട്ട് വേണം അത് കുടിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത പറഞ്ഞോ. അതിനെ തുടർന്ന് ഒരു ചോദ്യമുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ വാട്ടർ എനർജി പാഡ് കെട്ടിവെച്ച് കഴിഞ്ഞ് പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞത് അടിച്ചാലും അതിന്റെ എനർജി 2 മണിക്കൂർ വരെ അതിൽ നിൽക്കുന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ശരി, കിട്ടും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. പറഞ്ഞുതരാം, അതിന്റെ ആൻസർ പറഞ്ഞുതരാം. നമ്മള് ഡെമോ കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ അല്ലേ. നമ്മൾ ഫൈനായിട്ട് ഡെമോ കൊടുക്കുന്ന ആളുകളാണ്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് കയ്യെ കെട്ടിയിട്ട് നമ്മൾ ഡെമോ കൊടുത്താൽ അദ്ദേഹത്തിന്റെ എനർജി അല്ലെ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് മാറും. അത് അഴിച്ചിട്ട് നമ്മൾ ഡെമോ കൊടുത്താലും ആ എനർജി കയ്യിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു മൊബൈലിന്റെ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ആ എനർജി പോകുന്ന ഒരു നമ്മളൊരു ഡെമോയും കൂടി അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, മൊബൈൽ കയ്യിലിരിക്കുന്ന പവിത്രമായ മൊബൈലിന്റെ റേഡിയേഷൻ ശരീരത്തിൽ അടിച്ചപ്പോൾ എനർജി ലോസ് ആയി, നമ്മുടെ കണ്ണിന്റെ കാഴ്ചവും അവയവങ്ങളുടെ സ്ട്രെങ്ത് കുറയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ മൊബൈൽ ഞാൻ അങ്ങ് ഒഴിവാക്കുക, നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രകൃതിയുടെ തൊട്ടപ്പുറേ ടവർ ഉണ്ട് അല്ലെ. പണ്ട് നമ്മൾ പറയും ഈശ്വരൻ തൂണിൽ തുരുമ്പിലും എല്ലാം ഉണ്ടെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഈ മൊബൈലിന്റെ റേഡിയേഷൻ നമ്മളുടേതായിട്ടുള്ള എല്ലാ പരിസരങ്ങളിലും എല്ലാ വീടിന്റെ അകത്തും ഉണ്ട്. അപ്പൊ ഈ റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇത് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധനം നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ കുപ്പിയെ വേണം. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, ഈ വെള്ളം ഈ വെള്ളം ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ എനർജി പോവില്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാലും ഈ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി പറയുന്നത് ഈ ബാൻഡ് ചുറ്റിയ വെള്ളം തന്നെ കുടിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പിന്നെയുള്ള റിസൾട്ട് കിട്ടി കഴിയുവാണെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. യെസ്, മോർണിംഗ്. എന്റെ പേര് തമ്പി സർ. ഞാൻ വിളിച്ചത് എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കൊടുത്തും ഉപയോഗിച്ചും റിസൾട്ട് കിട്ടിയ ആളാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി യൂട്യൂബിൽ കിടക്കുന്ന കുറെ അധികം സാധനങ്ങൾ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു ഗുണം ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളി കുറെ അധികം മെസ്സേജുകൾ നമുക്ക് തന്നിട്ടുണ്ടായി, യൂട്യൂബിൽ നിന്ന് എടുത്ത് നമുക്ക് ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് ഇങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും പറഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊരു വലിയ നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് വളരെ ഒരു നെഗറ്റീവ് ഫീലിംഗ് കിട്ടുന്നതല്ലേ സാറേ? നെഗറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. പറഞ്ഞുതരാം. സാറിന്റെ ചോദ്യം കഴിഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടൊന്നും അവിടെ ഏൽക്കുന്നില്ല. എനിക്ക് കിട്ടി, എൻ്റെ അമ്മയ്ക്ക് കിട്ടി, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടി, എൻ്റെ മകന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഫേസ്ബുക്കിൽ കിടക്കുന്ന ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇതിന് യാതൊരുവിധ അംഗീകാരം ഇല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള കുറെ അധികം വ്യക്തികളുടെയും ഒക്കെയുള്ള ഒരു മെസ്സേജുകൾ നമുക്ക് ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഫോൺ അറിയാറായി എന്നുള്ള വിശ്വാസമുണ്ട്, അത് അതുപോലെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സാറേ, എന്താണത് പോകാൻ വഴി?
ഇപ്പോഴും അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെയാണ്. ഇപ്പോഴും അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെ. എന്താ ഇവിടെ സലീമിക്ക എന്ത് ഭംഗിയായിട്ടുള്ള റിസൾട്ട് അവിടെ പറഞ്ഞു നിങ്ങൾ കേട്ടത്? രാജു സാർ എന്ത് റിസൾട്ട് ഇവിടെ പറഞ്ഞു കേട്ടത്? രാജു സാർ പറഞ്ഞു അദ്ദേഹത്തെ അന്ത്യകുദാശ ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അന്ത്യകുദാശ പറഞ്ഞ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹം മരിക്കും, അതാ പറഞ്ഞത്. പക്ഷെ അങ്ങനെ മരിക്കുന്നയാളാണ് ഇന്ന് ഇവിടെ ക്ലാസ് വളരെ ശക്തമാണ്. എത്രയോ മിനിറ്റുകൾ അദ്ദേഹം ക്ലാസ് എടുത്തൂടെ? സലീമിക്ക പറഞ്ഞ എന്താണ്? എന്തോരം നല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പറയുന്ന ആളുകൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അത് വിട്ടേക്ക്, അവരെ പഠിപ്പിക്കേണ്ട കാര്യം നമുക്ക്, നമ്മൾ വെറുതെ സമയം കളയണം അവർക്ക് വേണ്ടി. ഇനി ഞാനിവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാം. 150 കോടി രൂപ വിലയുള്ള ഡ്രസ് ഇട്ടിട്ടാണ് നമ്മുടെ സുനിത വില്യംസ് അടക്കമുള്ള ആളുകൾ ചന്ദ്രനിലേക്ക് പോയത്. നമ്മളെല്ലാവരും വായിച്ചതാ. എന്തിനാ 150 കോടി രൂപ വിലയുള്ള ഡ്രസ് ഇട്ടത്? അതിന്റെ അകത്ത് എന്താ സംഭവം? അതിന്റെ അകത്ത് നിയോ ഡൈവിയം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് ആണ്. ഈ നിയോ ഡൈവിയം മാഗ്നറ്റിന്റെ പ്രത്യേകത ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ. അദ്ദേഹത്തോട് പറയുക നിയോ ഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റിന്റെ പ്രത്യേകത ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ. ഈ വിഡ്ഢിയായിട്ടുള്ള അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന് അറിവ് കുറഞ്ഞോണ്ടിരിക്കാതെ. അപ്പൊ ആ നിയോ ഡൈമിയം മാഗ്നറ്റിന്റെ പ്രത്യേകത, ഇത് റെയർ എർത്ത് ആണ്. ഇത് ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നാണോ? അല്ല. എവിടുന്ന് എടുക്കുന്നത്? ചൈന, കൊറിയ, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ 650 അടി താഴ്ച, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 650 അടി താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മണ്ണിനെ നാനോ ടെക്നോളജിയിലും മാഗ്നറ്റിക് തെറാപ്പിയിലും ഡോക്ടറേറ്റ് എടുത്ത സാഗർ ജോഷി എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബട്ടൺസ് രൂപത്തിലാക്കി അതിനകത്ത് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പവറിന്റെ പേരാണ് ഗോസ് പവർ. അപ്പൊ അദ്ദേഹം ചോദിക്കും മാഗ്നറ്റ് ആക്കാനായിട്ട് നമ്മൾ പല മാഗ്നറ്റും കണ്ടിട്ടുണ്ട്. ഉണ്ട്, നമ്മൾ ടിവിയുടെ പുറകിലുള്ള സ്പീക്കറിന്റെ മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്. അതും മാഗ്നറ്റാ. ഇത് ഇരുമ്പിന്റെ പൊടി ആകർഷിക്കും, അത് ഇരുമ്പിന്റെ പൊടി ആകർഷിക്കും. പക്ഷേ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മെറ്റലാണെങ്കിൽ ഇതെന്താണ്? മണ്ണാണ്. താഴെയിട്ടാ പൊട്ടും, വെള്ളത്തിലിട്ടാ കാലക്രമേണ അലുത്തു പോകും, മണ്ണിലിട്ടാ അത് ശരിക്കും പറഞ്ഞാൽ മണ്ണായിട്ട് മാറും എന്നൊക്കെയാണ് നമ്മൾ പറയും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഇത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ആണ്, നിയോഡൈമിയം മാഗ്നറ്റ്. അതാണ് അദ്ദേഹത്തോട് പറയേണ്ടത്. മറ്റേത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദര, ഈ മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ് ശരീരത്തിലേക്ക് വരുമ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവും. വിദേശത്തേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോയിട്ടുള്ള സുനിത വില്യംസിന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടിയില്ല. ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? 150 കോടി രൂപ വിലയുള്ള ഒരാളുടെ ഡ്രസ്സിന്റെ വിലയാണ് കേട്ടോ പറഞ്ഞത്. 150 കോടി രൂപ വിലയുള്ള ഡ്രസ്സ് അദ്ദേഹം ധരിച്ചത്. അദ്ദേഹമല്ല, ആ ഒരു വ്യക്തിയല്ല, ഒരുപാട് പേര്. അപ്പൊ 150 കോടി രൂപ വിലയുള്ള ഡ്രസ്സിന്റെ അകത്തിരിക്കുന്ന നിയോ ഡൈവിയം മാഗ്നറ്റിന്റെ പ്രത്യേകത ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നു, ഓക്സിജൻ കറക്റ്റ് ആക്കുന്നു, സെല്ലുകളുടെ ആക്ടിവേഷൻ കറക്റ്റ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് പറയുക, എന്താണ് രാജു സാറിന് റിസൾട്ട് കിട്ടി, എനിക്ക് റിസൾട്ട് കിട്ടി, സലീമിക്കായി കിട്ടി. ഈ സൂമിലിരിക്കുന്ന ഏകദേശം ഇന്ന് ഉപയോഗിക്കുന്ന 35 ലക്ഷം, ഏകദേശം 40 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരാളുടെ പേരായിരിക്കാം ബാക്കിയുള്ള മേടിച്ചത്. ഒരു 1.5 കോടി ജനങ്ങൾ ഇത് സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ അകത്ത് ഒരു കോടി ജനങ്ങൾക്കെങ്കിലും വളരെ ഹാപ്പി ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചില നെഗറ്റീവ് ഒക്കെ വേണമെന്നേ, അത് നമ്മളെ ഒന്ന് കോൺഫിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇത് നിയോ ഡൈവിയം മാഗ്നറ്റിന്റെ പ്രത്യേകത പറയണ്ട. ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നതാണ്. 90% അതിന്റെ പ്രത്യേകത. കാരണം സർക്കുലേഷൻ ഇല്ലാത്തതാണ്. അപ്പൊ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ബോഡി കറക്റ്റ് ആവും. ബോഡി കറക്റ്റ് ആകുമ്പോൾ എന്റെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നത് മാത്രം അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. നമ്മൾ അദ്ദേഹത്തോട് തർക്കിക്കാനൊന്നും പോകണ്ട. മനസ്സിലായോ സാറേ? മനസ്സിലായി സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് അടുത്ത ആൾക്ക് പറയാം. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സാറാ വേണേ, പറഞ്ഞോളൂ. അതായത് നേരത്തെ നമ്മളെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനത് ശ്രദ്ധിച്ചു. എന്നാലും ഒരനുഭവം പറയാണ്. കാരണം വെള്ളത്തിന് ഈ പറയുന്ന 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇരുന്നെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ടീമിലുള്ള 2 വ്യക്തികള് പകല് വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു പോയ സമയത്ത് ഇവര് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം എടുത്ത് അവര് ഡെമോ കാണിച്ചിട്ട് ആ ഡെമോ സക്സസ് ആയിരുന്നു സാറ്. അപ്പൊ അതെനിക്ക് വലിയൊരു അതിശയമാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് 2 വർഷം മുമ്പ് അവര് ഈ പാഡ് ചുറ്റിയ വെള്ളം കുടിക്കാൻ എടുത്തോണ്ട് വന്നതാ. അത് വൈകുന്നേരം ആയപ്പോ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പാഡില്ലായിരുന്നു. പക്ഷെ അവര് പറയുന്നത്, ഞാൻ തർക്കിച്ചപ്പോ പറയുന്നു, ഇല്ല മേഡം, ഞങ്ങൾ വൈകിട്ട് 5:30 ആയപ്പോ തിരിച്ചു പോയപ്പോഴാണ് പത്തനംതിട്ട കുമ്പഴ വെച്ച് ഒരാൾക്ക് ഡെമോ കൊടുത്തു, സക്സസ് ആയിരുന്നു. അപ്പൊ ആ വെള്ളത്തിന്റെ ഇത് കുറയുന്നില്ല, മാറ്റ് കുറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ.
ഇവിടെ ഇരിക്കുന്ന സാറാമ മാഡവും ഞാനും ഒക്കെ പഠിച്ചത് നമ്മുടെ ഏറ്റവും വലിയ ആളാണ് സാഗർ സാർ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ കിട്ടി കാണുമായിരിക്കാം, പക്ഷെ നമ്മൾ അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ വാട്ടർ എൻജിപ്പാട് ചുറ്റി വെച്ച വെള്ളം കുടിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് അഴിച്ചു വെച്ച് അങ്ങനെ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ശ്രദ്ധപ്പെടുത്താം. അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ ഒരു വാട്ടർ എൻജിപ്പാട് മതിയല്ലോ. ഇത് മാറ്റി കുപ്പിയിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 5 പേര് വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്ക് വെള്ളം കൊടുത്തുവിടാലോ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ റിസൾട്ട് കിട്ടിയെങ്കിൽ സൂപ്പർ. അപ്പൊ അല്ല കുഴപ്പമില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ചെറിയ ചോദ്യം. ഹലോ സാറേ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് പോലെ മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഉപജ്ഞാതാവായിട്ടുള്ള സാഗർ സാർ എന്താണോ പറയുന്നത് അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കിട്ടിയാൽ അത് വെരി ഫൈൻ, സൂപ്പർ, നല്ല റിസൾട്ട് ആയിരിക്കാം, നല്ല അനുഭവമായിരിക്കാം. അത് മാത്രമേ അതിനകത്ത് എനിക്ക് ആൻസർ പറയാറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആളുകൾ പറഞ്ഞു. സാറേ, പിന്നെ ഇപ്പൊ നേരത്തെ ഈ യൂട്യൂബിൽ നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞല്ലോ കുറെ. അപ്പൊ അതില് ഞാൻ വിചാരിക്കുന്നതാണ്, പിന്നെ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി സാറോട് ചോദിക്കുന്നത്. കാരണം നമ്മളെ നിരവധി നെറ്റ്വർക്ക് കമ്പനികളുണ്ട്. നമ്മൾ 13ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ഹെർബ ലൈഫാണ്. അങ്ങനെ 2 പിന്നെ RCM ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഏതാണ്ട് പകുതിയോളം ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് മാത്രം ചെയ്യുന്ന നെറ്റ്വർക്കുകളാണ്. ഈ നെറ്റ്വർക്ക് ചെയ്യുന്നവർക്കൊക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഈ ബയോട്ടിക് വന്നത്. അത്രയും സുന്ദരമായ ഒരു പ്രൊഡക്റ്റ് വേറെ ഒരു കമ്പനിക്കും ഇല്ല. മറ്റേ പിന്നെ ഉള്ളിൽ കഴിക്കണം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും റിസൾട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഇതിൽ ആളുകൾ പിന്നെ അത് ചെയ്യുന്നവർ തന്നെയായിരിക്കും ഇതുപോലത്തെ നെഗറ്റീവ് പിന്നെ ഇതൊക്കെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു സംശയമാണ്. ഓക്കെ, സാർ ചോദിച്ചത് നല്ല കാര്യമാണ്. ജെ പി സാറാണ് ചോദിച്ചത്, കണ്ണൂരിൽ നിന്നാണ്. അദ്ദേഹം വാക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അദ്ദേഹം ചോദിച്ചത് നല്ലൊരു ആണ്. നിങ്ങൾ എടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ മെന്റർ ആയിട്ടുള്ള മനോജ് സാർ ഗ്രൂപ്പിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല കമ്പനികളുടെ ലിസ്റ്റ്, ഒരുപക്ഷെ വേൾഡിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഏറ്റവും നല്ല കമ്പനികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്ത് 50 കമ്പനികളാണ് പറയുന്നത്. ആ 50 കമ്പനിയിൽ 13ാമത്തെ സ്ഥാനമാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കമ്പനിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെ ഷോർട്ട് ടൈം കൊണ്ട്, 18 വർഷമായ കമ്പനിയാണ്, നെറ്റ്വർക്കിലേക്ക് വന്നിട്ട് 5 വർഷമായിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ട് അവർ ജനശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ നിസ്സാരം പ്രൊഡക്റ്റ് കൂടുതൽ വിറ്റുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കുന്നത്? റിസൾട്ട് ഉള്ളതുകൊണ്ടാണ്. ഈ റിസൾട്ട് ഇത്രയും കിട്ടിയിട്ട് പോലും ആളുകൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ സംശയങ്ങൾ നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞ മറ്റുള്ള കമ്പനികൾ, ഇപ്പോൾ സാറ് പറഞ്ഞ ആദ്യത്തെ കമ്പനി പേരെന്ന് പറയാനാകില്ല, ആ കമ്പനിയൊക്കെ എന്ന് പറയുന്നത് 48 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. എന്നിട്ടാണ് അത് 1ാം സ്ഥാനത്ത് വന്നത്. പക്ഷേ അതിലും വർഷങ്ങൾ കൂടുതൽ പഴക്കമുള്ള കമ്പനിയൊക്കെ ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ എത്രയോ പിന്നിലായി പോയേക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറാക്കിൾ റിസൾട്ട് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ അതിനകത്തൊന്നും സംശയമില്ല. നെഗറ്റീവ് കയറി വരട്ടെ. നെഗറ്റീവ് കയറി വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ നമ്മൾ ലീഡേഴ്സിനെ ഉപയോഗിക്കുന്നതും പോസിറ്റീവായി മാറുന്നതും. അതിലൂടെ നമ്മൾ ആരായി മാറും? നമ്മളും നല്ലൊരു പവർഫുൾ ലീഡറായിട്ട് മാറും. ഓക്കെ, വേറൊരു സംശയം. ഇത് പ്രഗ്നന്റ് ആയവർ ഉപയോഗിക്കരുതെന്ന് ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടു, ഒരാൾ പറയുന്നത്. പക്ഷെ വേറെ ഒരു ഇതിൽ ഉപയോഗിക്കാന്ന് കാണുന്നുണ്ട്. അപ്പൊ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? പറഞ്ഞുതരാം. നമ്മുടെ കമ്പനിയുടെ ഉപയോഗിക്കരുതാത്ത ആളുകൾ അല്ലെ, എപ്പോഴും ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ പലരും പറയാറുള്ളതാണ്, ഉപയോഗിക്കരുതാത്ത ആളുകൾ ആരാണ്? ഒന്ന്, പ്രഗ്നന്റ് ലേഡി ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പ്രഗ്നന്റ് ലേഡി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞ് വളർച്ച കൂടുതലാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നല്ല വളർച്ച ഈ കുഞ്ഞിനുണ്ടാവും. നല്ല വളർച്ച ഉണ്ടാകുമ്പോൾ നോർമൽ ഡെലിവറിക്ക് പകരം അത് സിസേറിയനായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രൊഡക്റ്റ് ഗർഭിണികൾ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഒട്ടനവധി ആളുകൾ ഈ പ്രൊഡക്റ്റ് 49ാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ, എനിക്ക് പ്രഗ്നന്റ് ആകാൻ കാരണം ഈ ഉൽപ്പന്നം ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്, ഞാൻ എന്ത് കാണിച്ചാലും ഇനി സിസേറിയൻ ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് കിടക്കുമെന്ന് വാശി പിടിച്ച് കിടന്ന ആളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അവർക്കൊന്നും സംഭവിച്ചില്ല. ഇവിടെ പ്രത്യേകത, നല്ല അറ്റ്മോസ്ഫിയർ ഈ പ്രൊഡക്റ്റിൽ കിടക്കുമ്പോൾ കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മുടെ കുട്ടി വരുമ്പോ അത് നോർമൽ ഡെലിവറിക്ക് പകരം അത് സിസനായി അതുകൊണ്ടായിരിക്കും ഉപയോഗിക്കരുത്. അതിനുശേഷം ഉപയോഗിച്ചു എന്ന് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മുടെ എന്താണ് കാര്യം? നമ്മുടെ റിസൾട്ട് എന്താണ്? ഉപയോഗിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഉപയോഗിക്കരുതെന്ന് പറയുന്നതാണ്. ഇപ്പൊ പ്രഗ്നന്റ് ലേഡിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം. പേസ് മേക്കർ വെച്ച് ആളുകൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. എന്താ പേസ് മേക്കർ വെച്ചാൽ? അത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് അല്ലെ? അതെ, 2 ഇൻസുലിൻ പമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്, എളിയൽ ഇൻസുലിൻ പമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവരിത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നമാണ്.
അടുത്ത എന്താണ്, നമ്മുടെ ഈ ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ ആളുകള് 3 മാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റഡ് ഒന്ന് കറക്റ്റ് സീറ്റിംഗ് ആകാൻ വേണ്ടിയിട്ടാ. അത് പിറ്റേ ആഴ്ച ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, കമ്പനി എന്താണോ പറയുന്നത് അതേ നമുക്ക് പറയാൻ നിർവാഹമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ശരിയാവാം. ഇപ്പൊ സാറാമാൻറ്റി പറഞ്ഞതുപോലെ വെള്ളത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഡെമോ കൊടുത്താൽ റിസൾട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ കമ്പനി പറയുന്നത് എന്താണ്? നമ്മുടെ കമ്പനി പറയുന്നത് ഈ 4 വിഭാഗം ആളുകൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളും അങ്ങനെ പറയുന്നു. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ്. സാറിന് മനസ്സിലായോ? കിഡ്നി പേഷ്യൻസിന് ഡോക്ടർ എത്ര പ്രിസ്ക്രൈബ് ചെയ്ത് അത്രമാത്രം വെള്ളം കുടിക്കാനാണ് ഞാനൊരു വീഡിയോ കേട്ടത്. ഈ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖമുള്ളവരാകുമ്പോൾ എങ്ങനെയാണ് ആയിരിക്കും അതിന്റെ? നെഫ്രോട്ടിക് സിൻഡ്രോം ഈ യൂറിനിൽ പ്രോട്ടീൻ ഔട്ട്പുട്ടാണ് കൂടുതൽ. അവർക്ക് എങ്ങനെയായിരിക്കും ഇത് വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടാൻ എന്തൊക്കെ വഴി? ഇപ്പൊ പറഞ്ഞത് നല്ലത്, അല്ലെങ്കിൽ നാളെ വേറെ എനിക്ക് മെസ്സേജ് കിട്ടിയാലും മതിയായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഞാൻ ലീഡേഴ്സിന് ഞാൻ പാസ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 1 ലിറ്റർ വെള്ളം, 900 മില്ലി വെള്ളം, 2 ലിറ്റർ വെള്ളം ഇങ്ങനെയൊക്കെ കുടിക്കാനേ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഡോക്ടറെക്കാൾ വലിയ ഡോക്ടർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോക്ടർ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വെള്ളം അളവ്, പക്ഷെ അത് നമ്മുടെ മാഗ്നറ്റിക് പാർട്ട് കുടിച്ചു, അത്രേ ഉള്ളൂ. ആ 2 ലിറ്ററോ 1 ലിറ്ററോ 900 മില്ലിയോ 1/2 ലിറ്ററോ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കുടിച്ചോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, എന്റെ സമീപത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കും, അദ്ദേഹം 2 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, അദ്ദേഹം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനത് പറയില്ല. കാരണം ഡോക്ടറെക്കാൾ വലിയ ഡോക്ടർ ഒന്നും അല്ല ഞാൻ. അതുകൊണ്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ അളവിലുള്ള വെള്ളം അത് മാഗ്നറ്റിക് പാർട്ട് അത് മൂന്നാമത് പറയാനുള്ള എന്നതാണ് ഇന്നലെ വരെയുള്ള ഞാൻ വിശ്വാസം. അത് ഇന്നും തുറന്നു നാളെ തുറന്നു പോകും അതർപ്പിക്കുന്നത്. സാറേ എല്ലാവർക്കും നമസ്കാരം. സാറേ ഞാൻ ശ്രീകുമാർ കൊട്ടാരക്കര, കൊല്ലം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ്. സാറേ പിന്നെ ഞാനിത് നമ്മള് ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് കൃത്യമായിട്ട് 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 90% പേരും ഈ വെള്ളം കുടി എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. പിന്നെ അതുപോലെ ഈ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടുന്നില്ല ഒരു 90% പേരും. റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അതാണ്. ഇത് കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല ആരും. പിന്നെ ഇതിന്റെ ഒരു അവയർനെസ് കൃത്യമായിട്ട് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് ഇത് എത്തിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ ഒരു കുറവ് ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം കൂടുതൽ പ്രോഡക്റ്റ് ഇപ്പം പ്രീമിയം അപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രീമിയം പ്രോഡക്റ്റ് കൊടുക്കുമ്പം ഒരു 2 ദിവസമെങ്കിലും അവര് ഈ വാട്ടർ എനർജി വെള്ളം കുടിച്ച് റിസ്റ്റ് ബാൻഡ് കൈ കെട്ടിയതിന് ശേഷം മാത്രം ഈ മാട്രസ് പാഡ് ഉപയോഗിക്കാൻ പറയണം. കാരണം ഇല്ലെങ്കിൽ ഈ ആളുകളിലുള്ള ഈ ടോക്സിൻസ് കൂടുതലുള്ളവർക്ക് ഉറക്കം വരാതിരിക്കുക ഇങ്ങനെ ഒത്തിരി കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഈ കൂടുതൽ ടോക്സിൻസ് ശരീരത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഈ മാട്രസ് പാഡ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ചെറിയ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2 ദിവസമെങ്കിലും ഈ മാഗ്നറ്റിക് വാട്ടർ കുടിച്ച് ഒരു ബോഡി ഒന്ന് നോർമൽ ആയതിനു ശേഷം ഈ ബെഡ് ഉപയോഗിച്ചാൽ വളരെ കുറെ കംപ്ലൈന്റുകൾ ഒഴിവാകും. അതെല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ രാജു, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ജോമോൻ സാറ് പറഞ്ഞു പ്രഗ്നന്റ് ലേഡീസിനെ ഇത് ഉപയോഗിക്കാമെന്നുള്ളത്. ആ ജോമോൻ സാർ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു സയന്റിഫിക്കും കൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലെ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷ, ആ കുട്ടി എങ്ങനെ ഇരിക്കും, അതിന് ശക്തിയുണ്ടോ ബലമുണ്ടോ എന്നുള്ള ഒരു കുഞ്ഞിനെ പറ്റിയുള്ള വലിയ ആകാംക്ഷയായിരിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടിയേ? നല്ല കുഞ്ഞായിരിക്കണം, പെർഫെക്റ്റ് കുഞ്ഞായിരിക്കണം, ബുദ്ധിയുള്ള കുഞ്ഞായിരിക്കണം, നല്ല ഐക്യമുള്ള കുഞ്ഞാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാഗ്നറ്റിക് തെറാപ്പിയാണ്. നമുക്കറിയാം ഈ ലോകത്തെ നമ്മുടെ മാഗ്നറ്റ് ഒന്നും അല്ല വലിയ മാഗ്നറ്റ്. ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എർത്താ, ഭൂമിയാണ്. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അടുത്തതിൻ്റെ അത്ര എനർജി ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിസിന് കിട്ടത്തില്ല. അവിടെ നിന്ന് എടുക്കുന്ന നിയോഡൈമിൻ മാഗ്നറ്റാണ്. മനസ്സിലായില്ല? അന്നേരം ഭൂമിയാകുന്ന വലിയ മാഗ്നറ്റിൽ കാട്ടിലെ ഏതെല്ലാം പക്ഷിമൃഗാദികൾ, ഏതെല്ലാം ട്രൈബ്സ്, ഏതെല്ലാം ജീവികൾ കിടക്കുന്നു. അവർക്കിപ്പോൾ ഒരു ട്രൈബ്സിന് സിസേറിയനായിട്ട് ആശുപത്രി വരുന്നുണ്ടോ? അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അത് ആ മാഗ്നറ്റ് റെഗുലേറ്റ് ചെയ്തോളൂ, മാഗ്നറ്റിസം റെഗുലേറ്റ് ചെയ്തോളൂ ബോഡിയിലെ. അപ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ലേഡീസ് ആരംഭം തൊട്ട് അവർ ഗർഭം ധരിക്കാൻ തന്നെ ഇതൊരു സോഴ്സാണ്. കാരണം അവരുടെ ശരീരം എല്ലാം
കറക്റ്റ് ഫംഗ്ഷൻ ആയി എല്ലാ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഓവുലേഷൻ നടക്കും, സ്പേമിന്റെ കൗണ്ട് കൂടും, സ്പേമിന് ശക്തി കാണും, അങ്ങനെ ഫെർട്ടിലൈസേഷൻ വരും. ആ ഫെർട്ടിലൈസേഷൻ ചെയ്ത് വരുന്ന കുട്ടി അമ്മയുടെ മാസത്തിൽ 9 മാസം കിടക്കുമ്പോൾ നല്ല ബ്ലഡാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ഹൈലി റിച്ച് ഓക്സിജനേറ്റഡ് ടോക്സിൻ ഫ്രീ ബ്ലഡാണ് കുഞ്ഞിന്റെ ശരീരത്തിലും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് നല്ല പവർ ആയിരിക്കും, ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, IQ കിട്ടും, നല്ല സൗന്ദര്യം കാണും, കളർ കാണും, എല്ലാം കാണും. ഒരു കാരണവശാലും കുട്ടിയൊന്നും വലിപ്പം പോയിട്ട് അങ്ങനെ ഒരു സയൻസ് ഇല്ല. എങ്ങനെ പറ്റുന്നത്? ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു മോള് നല്ലൊരു ഭക്ഷണം കാഴ്ചയുണ്ട്, കുട്ടി വലുതാവും, അങ്ങനെയൊന്നുമില്ല. അവരുടെ ഹെറിഡിറ്ററി ഫാക്ടറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പനും അമ്മയും വലുതാണെങ്കിൽ കുഞ്ഞും വലുതായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹെറിഡിറ്ററി ഫാക്ടറാണ് കൂടുതലായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡ്, നമ്മുടെ നല്ല രക്തമാണ് കുഞ്ഞിൻ്റെയും തള്ളയുടെയും ശരീരത്തോട്, ശുദ്ധീകരിച്ച രക്തം, ഹൈലി റിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പം തീർച്ചയായിട്ടും ലേഡീസിന് ഈ ഉപയോഗിക്കുന്ന കമ്പനി എങ്ങനെ പറഞ്ഞാലും ഓക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. എന്നാലും എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് ഗർഭിണി പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് പ്രസവിച്ചോണ്ട് എന്നോട് പറഞ്ഞു സാറേ എന്തോരം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ്, അത് സയൻസും കറക്റ്റാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. ഈ എല്ലാ മനുഷ്യർക്കും ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ പീസ് മേക്കറൊക്കെ വെച്ചവർക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെങ്കിൽ ആ വലിയ മെഷീൻ്റെ ബാറ്ററി അത് വീക്കാവും ഗ്രാജുവലി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഇന്ന വ്യക്തികൾക്കൊന്നും പാടില്ല. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നില്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം നമുക്ക് വേണ്ടി ആ എർത്ത് മാഗ്നറ്റ് ചെയ്തോ ആ എഫക്റ്റ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിടന്നാലും കിട്ടും. ഓക്കെ. അല്ല, ഇത് നമ്മള് നോക്കുമ്പോഴേ യൂട്യൂബിൽ നിന്ന് 2 ഇത് കിട്ടിയപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടായത്. ഉപയോഗിക്കാൻ പറ്റൂല എന്ന് കമ്പനി പറയുന്ന പോലെ തോന്നി. ഞാൻ വായിച്ചു കേട്ടു, സോറി. വേറെ യൂട്യൂബർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഈ ചോദ്യം വരാൻ കാരണം. അല്ലാതെ ഞാൻ കമ്പനി ബ്ലെയിം ചെയ്തല്ല. ഓക്കെ, കുഴപ്പമില്ല. അതിന്റെ നമ്മൾ തർക്ക വിഷയമായിട്ടൊന്നും എടുക്കണ്ട. രാജ് സാർ പറഞ്ഞത് 100% ശരിയാണ്. ഒരു ഗർഭം ധരിക്കാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിൽ കിടന്ന് തന്നെ പ്രസവിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് രാജ് സാർ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ കമ്പനി അത് അനുവദിക്കുന്നില്ല പറയുന്നതുകൊണ്ട് നമ്മുടെ കവറിന്റെ പുറത്ത് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന സുവനീർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബുക്കിന്റെ അകത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതേ പറയാൻ നിർവാഹമുള്ളൂ. രാജ് സാർ പറയുന്നത് 100% കറക്റ്റ് ആണ്. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മളത് പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞൊരു കാര്യം ഞാൻ കൂടി ചേർത്തോട്ടെ. സാർ പറഞ്ഞത് ശരിയാണ്. ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. പല ആളുകളും വെള്ളം കുടിയില്ല. ഈ പറയുന്ന നമ്മൾ പോലും ചില സമയത്ത് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ കണ്ടിരിക്കുന്നതിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒരാളുടെ കാര്യം ഞാൻ എടുത്തു പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മനോജ് സാറ് അല്ലെ, KBCയുടെ ചെയർമാൻ ആയിട്ടുള്ള മനോജ് സാറ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെ പോയാലും അദ്ദേഹത്തിന്റെ ബാഗിന്റെ അകത്ത് കുപ്പി ഉണ്ടാവും. വേറെ ആര് കൊടുക്കുന്ന വെള്ളം അദ്ദേഹം കഴിക്കത്തില്ല. അദ്ദേഹം അതെന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ടും അദ്ദേഹം ശരീരത്തിലേക്ക് ഇൻടേക്ക് ചെയ്യാറുണ്ട്. വേറൊരു വെള്ളവും വേറൊരാളുടെ വെള്ളവും സ്വന്തം കയ്യിലെ വെള്ളമാണ് കുടിക്കുക. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇനി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പായെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളൊന്ന് കറക്റ്റ് ആകുക. വെള്ളം ശ്രീമാർ സാർ പറഞ്ഞ കുടിക്കണം. അദ്ദേഹം ഏകദേശം അലർജിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വന്നാണ്. അദ്ദേഹത്തിന്റെ നല്ല ബിസിനസ് മാറ്റി അലർജിയുടെ ബിസിനസ് അലർജി എന്ന് പറയുന്ന വസ്തുത അദ്ദേഹത്തിന് മാറിയപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറി. കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ സ്റ്റോക്കിസ്റ്റ് ആയിട്ട് മാറി. എനിക്ക് തോന്നുന്നു ഒരു 30,000-ത്തിനടുത്ത് ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു 1,500 പേരിലധികം ആളുകൾക്ക് അദ്ദേഹം പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരുപാട് പേര് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അദ്ദേഹം കൊടുത്ത ആളുകൾക്ക് നല്ല റിസൾട്ടാണ്. ശരിയാണ് അദ്ദേഹം പറയുന്നത്. ടോക്സിൻസ് പെട്ടെന്ന് ആകുന്ന സമയത്ത് പേടിക്കുമ്പോൾ ആ പേടി മാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്, 2 കഴിഞ്ഞ് യൂസ് ചെയ്യുന്നു. പ്രീമിയം പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് 10,700 ഉപയോഗിച്ചാൽ മതിയെന്നും അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം. അനുഭവമാണ് ഗുരു. അതിന് നമ്മൾ മാനിക്കേണ്ടതുമായിരിക്കുന്നു. എന്നാൽ റിസൾട്ട് പറഞ്ഞ ശ്രീകുമാർ സാറിന് അല്ലെങ്കിൽ നല്ല അനുഭവം പങ്കുവച്ച ശ്രീകുമാർ സാറിന് ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയുന്നു. ഒപ്പം തന്നെ രാജ് സാറിന് താങ്ക്സ് പറയുന്നു. നെക്സ്റ്റ് നമുക്കൊരു 15 മിനിറ്റോടെ സമയമുണ്ട്. ആ 15 മിനിറ്റിൽ നമുക്ക് നല്ല നിലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ സന്തോഷ് സാറേ പറഞ്ഞോളൂ. രാജേന്ദ്ര സാറേ പറഞ്ഞോളൂ. സാറേ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സാറേ പറഞ്ഞോളൂ. ഈ വാൽവിന് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാൾക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതെ, എന്നത്തേനാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചേക്കുന്നത്? ഒരു 18 ദിവസം കൂടി ഉണ്ട്. 18 ദിവസം കൂടെ 100% നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം.
യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. വാൽവ് ചുരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ആവും. ബ്ലഡ് സർക്കുലേഷൻ കടക്കാതെ വരുന്ന വെയിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ആവും. ധൈര്യമായിട്ട് അദ്ദേഹത്തോട് ഉപയോഗിക്കാൻ പറയാം. ഒരു പക്ഷേ ഞാൻ 100% അല്ല പറയുന്നത്, ഒരു പക്ഷേ അതിൽ നിന്നും നല്ല റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറയാം. ഓപ്പറേഷൻ മാറ്റി വെക്കാനൊന്നും ഞാൻ പറയില്ല. ചിലർ ഓപ്പറേഷന് വേണ്ടി മൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ. എന്നാലും ചെല്ലുന്ന സമയത്ത് ഒന്നുകൂടെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നാളുകളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് അതില് ഈ വ്യക്തിക്ക് ഇപ്പം സമയം പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ 20 ദിവസത്തിന്റെ ഉള്ളിൽ ഇനിയിപ്പം ചെയ്യാൻ വേണ്ടി വീണ്ടും മാറ്റി. അപ്പൊ അയാളെ മൈൻഡ് സെറ്റ് ഓപ്പറേഷൻ തന്നെയാണ്. അയാളെ അത് മാറ്റാനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ അതേ സമയത്ത് അത് ഒരു മാറ്റം കാണുകയാണെങ്കിൽ അയാൾ ചിലപ്പം ഈ മൈൻഡ് സെറ്റ് ഒരു മാറ്റം, കാരണം അയാളെ ഇപ്പോഴും ഇത് പറഞ്ഞു കൊടുത്തിട്ടും അയാൾ ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല. ശരി സാറേ, വിട്ടേക്ക്. 18 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ട് വരും. അപ്പൊ വേണ്ട, അത് 18 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അദ്ദേഹം ചെയ്യട്ടെ കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ താങ്ക് യു. മോർണിംഗ്. യെസ്, പറയൂ സാറേ. സാറിന്റെ ഈ ഒരു അറ്റംപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഒരു അറ്റംപ്റ്റ്, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്ക് 2 ചോദ്യമാണ് ജയമോഹൻ സാർ ഉള്ളത്. ഒന്ന്, നമുക്ക് ഹീലിംഗ് സിംറ്റത്തിനെ കുറിച്ച് അറിയാം, ഇംപ്രൂവ്മെന്റ് സിംറ്റത്തിനെ കുറിച്ച് അറിയാം. അപ്പൊ അത് ഞാനൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ആദ്യം നല്ല ഉറക്കമൊക്കെ വന്നു, 2-3 ദിവസം നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറക്കം പോയി പിച്ചും പേയും പറയാൻ തുടങ്ങി എന്നാ പറയുന്നത്. അത് ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരാൾക്ക് പ്രോഡക്റ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പ്രോഡക്റ്റ് കൊടുത്തില്ല, കൊടുക്കാൻ പോവാണ്. അദ്ദേഹത്തിന് വൈഫിന് കണ്ണിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലേസറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്താൽ എത്രമാത്രം എഫക്റ്റീവ് ആവും? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. ഞാൻ ഷായ് സാറിന് ഒരു കാര്യം പറയാം. ഫസ്റ്റ്, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് റിസൾട്ട് 223 അസുഖങ്ങളും അതിന്റെ അനുബന്ധ രോഗങ്ങൾക്കും ഗുണകരമായ ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ. അതിനകത്ത് ഫസ്റ്റ് റിസൾട്ട് നമ്മുടെ വിഷൻ ലോസ് ആണ്. ഫസ്റ്റ് റിസൾട്ട് വിഷൻ ലോസ് ആണ്, കാഴ്ചക്കുറവ്. ഞാൻ അതിന് ചെറിയ ഉദാഹരണം പറയാം, ഒരു മോട്ടിവേഷൻ, ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി പറയാം. ഞാൻ ഈ ഉൽപ്പന്നം കൊടുത്ത ഏകദേശം ഒരു 8 വയസ്സുകാർ ഒരു കൊച്ച്, സത്യം സാറേ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചോ. അപ്പൊ 8 വയസ്സുള്ള ഒരു കൊച്ചിന് ഒരു കണ്ണിന് പകുതി കാഴ്ചയേ ഉള്ളൂ. അപ്പം കണ്ണട വെക്കണമെന്ന് ഡോക്ടർ മാറി പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ റിസ്റ്റ് ബാൻഡ് നമ്മുടെ തലയുടെ കണ്ണിന്റെ അവിടെ കെട്ടാൻ തുടങ്ങി, വെള്ളം കുടിക്കാൻ തുടങ്ങി, ഈ വെള്ളം കൊണ്ട് മുഖം കഴുകാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, 7 മാസമായപ്പോൾ ആ കുഞ്ഞിന് കണ്ണട വെക്കാൻ സമയമായി. പരിശോധിച്ച് നോക്കിയപ്പം ഇവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. കണ്ടോ? അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഫസ്റ്റ് വിഷൻ ലോസ് ആണ് നമ്മുടെ ശരീരത്തിൽ. എന്താ വിഷൻ ലോസ് എന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഡിസോർഡറിനെ കറക്റ്റ് ആക്കാതെ പറയുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ആണ് കറക്റ്റ് ആക്കുന്നത്. ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആക്കാതെ പറയുമ്പോൾ നമുക്കറിയാം, കണ്ണിന്റെ അകത്തെ ഞരമ്പ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചുമന്നിരിക്കുമല്ലോ, ഒന്ന് നോക്കിക്കേ. ഒരു മുടിനാര് കീറി മുറിച്ചാൽ 4ആയിട്ട് മുറിച്ചാൽ പോലും കാണില്ലാത്ത വെയിൻസ് അതിൻ്റെ അതോടെ പോണ്ട്. ഇതിലെല്ലാം ബ്ലഡ് കടന്നു പോകും. ഈ ബ്ലഡ് കടന്നു പോകുമ്പോൾ ബ്ലഡിന്റെ ധർമ്മം എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്തെ ന്യൂട്രീഷൻസ് എത്തിക്കുക. എന്താ ന്യൂട്രീഷൻ? വിറ്റാമിൻ, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ, കാർബോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ സംയുക്ത ശേഖരമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇത് അവിടെ എത്തിക്കുമ്പോൾ ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻ വാല്യൂ ആണ്, അല്ലെ? ഇപ്പൊ ഒരു ചീര കഴിച്ചാൽ, ഒരു വാഴക്കൂമ്പ് കഴിച്ചാൽ, ഒരു വാഴപ്പിണ്ടി കഴിച്ചാൽ എന്താണ് അതിന് കിട്ടുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പം അത് ഇപ്പൊ മുരിങ്ങയില കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ച കിട്ടുമെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഒരു ഔഷധമാണ്, മെഡിസിൻ ആണ്. ഇതെല്ലാം കഴിക്കുമ്പോൾ ഇതൊക്കെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വേണം. ബ്ലഡ് സർക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ പലരും കോവിഡ് വാക്സിൻ എടുത്ത ആളുകളും ഷുഗർ ഉള്ള ആളുകളുമാണ്. അവരുടെ ബ്ലഡിന് കട്ടിയാണ്, അത് പോണില്ല, എത്തുന്നില്ല. അതുകൊണ്ടാണ് ആ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നം എന്താ ചെയ്യുന്നത്? ബ്ലഡിന്റെ സർക്കുലേഷൻ അല്ലേ കറക്റ്റ് ആക്കുന്നത്, പുഷ് പുൾ സിസ്റ്റത്തിലൂടെ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്തുള്ള ന്യൂട്രീഷൻസ് അവിടെ ചെന്ന് കണ്ണിന് കൃത്യമായിട്ടുള്ള കാഴ്ച നമുക്ക് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് നമ്മുടെ കമ്പനി മാത്രമല്ല, നമ്മളിവിടെ സാർ പറഞ്ഞ ചിലങ്ങൾ നമുക്ക് അനുഭവം കൂടിയുണ്ട്, അത് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഷായ് സാറിന് മനസ്സിലായത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ സുനിലാണ്, സുനിൽ എറണാകുളത്ത് നിന്നാണ്. അപ്പൊ ഞാനിപ്പോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. അപ്പൊ എനിക്ക് 3
ഉള്ളതാണ് അതെല്ലാം മാറി. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ബാക്കി എനിക്ക് റിസൾട്ട് കിട്ടി, ഞാൻ കൊടുത്ത ആൾക്കാർക്കും റിസൾട്ട് കിട്ടി. പക്ഷെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മാഡം വർക്ക് ചെയ്യുന്നുണ്ട്. ആ മാഡം ഒരു അക്കൗണ്ട് സെക്ഷനായിട്ട് ഇരുന്നുള്ള ജോലിയാണ്. ഒരു 20 വർഷമായിട്ട് ആ ചെയറിൽ ഇരുന്നാണ് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് മാത്രമേ അതിന് എഴുന്നേക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ അത് യൂസ് ചെയ്യേണ്ട, അത് വേറെ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാലിന്റെ വേദന മാറുന്നില്ല. കാല് ഭയങ്കര തരിപ്പാണെന്നാണ് പറയുന്നത്. അപ്പൊ രാവിലെ അത് 10 മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 5:45, 6 മണി വരെയും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ജോലി. ഞായറാഴ്ച മാത്രമേ റെസ്റ്റ് ഉള്ളൂ. അപ്പൊ അത് ഞാൻ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യേണ്ടത്, അത് ചിലപ്പോ ഇതിൽ കേൾക്കുന്നുണ്ടാവും, ചിലപ്പോ കയറിയിട്ടുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അതിന്റെ കാലുവേദന മാറാത്തത് എന്നുള്ളത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കൊള്ളാം. ശരി, അവർക്ക് എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ കാലുവേദന മാത്രമല്ലാതെ? വേറെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഇതില്ല. ടാബ്ലറ്റ്, അങ്ങനെയുള്ള ടാബ്ലറ്റുകളൊന്നും കഴിക്കുന്നില്ല. അത് ആയുർവേദം വരുന്ന ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത്. വേറെ എനിക്ക് കറക്റ്റായിട്ട് വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ കാലിന്റെ വേണ്ടിയിട്ടാണ്. കാലിന്റെ ഇത് മടങ്ങിയിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള ഇത് നമുക്കറിയാം. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലാണ്ട്. അപ്പൊ അത് ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്ന സമയത്തും ഇടയ്ക്ക് എഴുന്നേക്കുകയും ഇതും ചെയ്യാനുണ്ടെന്ന് പറയും. പക്ഷെ ചില ദിവസങ്ങളിൽ എന്നോട് വിളിച്ചു പറയും, നല്ല ഈ വേദനയുണ്ട് ചേട്ടാ, നമുക്ക് മാത്രം ഇത് യൂസ് ചെയ്തിട്ട് ക്ലിയർ ആണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടാത്ത കാരണം അതിന് കോൺഫിഡൻസ് കിട്ടണില്ലെന്നാണ് പറയുന്നത്. അവർക്ക് എത്ര വയസ്സുണ്ടാവും? അവർക്ക് 55 വയസ്സ്. 55 വയസ്സ്. ഗവൺമെന്റ് സ്ഥാപനത്തിലാണോ? കേരള ഗവൺമെന്റ് സ്ഥാപനത്തിലാണോ ജോലി ഇല്ല ചെയ്യുന്നത്? ഇല്ല ഒരു കടയില് അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കണേണ്. സെക്ഷനിൽ ഇരുന്നുണ്ടോ വർക്ക് ചെയ്യുന്നത്? അല്ലേ? ഓക്കെ, ആ ഓക്കെ, നല്ല ചോദ്യമാണ്. അതിന് ആൻസർ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഇരുന്നുകൊണ്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് കാലിന് മരവിപ്പുണ്ടാവും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ഫഹദ് സാറിനെ പോലുള്ള ആളുകളൊക്കെ ഈ സൂം തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ മനോഹരമായി സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. നമ്മുടെ നടുവിന് ചെറിയ പ്രശ്നം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കാല് ചലിപ്പിച്ചില്ലെങ്കിൽ കാലിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലുള്ള പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്കും യാതൊരു തരത്തിലുള്ള എക്സസൈസും ഇല്ലാത്ത പണിയാണ് അദ്ദേഹം ചെയ്തത്. ചെന്നിരുന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പേടിയാ, കടയിലെ ആളുകളെ പേടിയാ. അവിടെ ചെന്നിരുന്നാൽ അത് കൃത്യമായിട്ട് നിർവഹിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഒരു മൂത്രം ഒഴിക്കാൻ പോലും പോകത്തില്ല. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയാൻ യൂറിൻ പരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരുടെ കാലയിൽ നമ്മുടെ വാട്ടർ എനർജി പാഡ് ഒന്നുകൂടി നമ്മുടെ കാലയിൽ കെട്ടിവെക്കുക. കാലിന് മരവിപ്പാന്ന് പറഞ്ഞു, വാട്ടർ എനർജി പാഡ് കെട്ടിവെക്കുക. അവരോട് പറയുക, ഒന്നെങ്കിൽ ഒരു 2 വാട്ടർ എനർജി പാഡ് അവരോട് മേടിക്കാൻ പറയുക. ഒന്ന് വെള്ളക്കുപ്പിയെ കെട്ടണം നിർബന്ധമാണ്, ഒരെണ്ണം കാലിലും കെട്ടിവെക്കാൻ പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? വൈകുന്നേരം കിടക്കുന്ന സമയത്ത് കാലെ കെട്ടിവെക്കാൻ പറയുക. വേണ്ട, പകലാണ് അത്യുത്തമം. ഇനി രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. 3700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 ലിറ്ററിന്റെ വാട്ടർ എനർജി പാഡ് കിട്ടും. അവരിയ്ക്കുന്ന ചെയറിന്റെ ഇത് മേടിക്കുന്നതിന് കാശ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയറിന്റെ മേളിൽ അതൊന്ന് ധരിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക് കുറച്ചും കൂടി അതിനകത്ത് മാറ്റം ഉണ്ടാകും. 2 കാര്യം പറയാം. ഒന്ന്, അവരിയ്ക്കുമ്പോൾ കാല് മരിക്കുന്നതാണ്. അപ്പൊ മരവിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുന്ന സമയത്ത് നമ്മുടെ വാട്ടർ എനർജി പാഡ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ഒരെണ്ണം വെള്ളം കുടിക്കാനും വേണം. അപ്പൊ 2 വാട്ടർ എനർജി പാഡ് വേണം. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് നാളുകളിൽ നല്ലൊരു മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഹലോ, മോർണിംഗ് പറയൂ. യെസ്, പറയൂ. സാറേ, ഒരു സംശയം ചോദിക്കാനാണേ. എന്റെ പേര് ഡിജ. പിന്നെ നമ്മളെ കണ്ണിന് കാഴ്ചശക്തി അത് നമ്മുടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഡൗട്ട് എന്ന് വെച്ചാല് തിമിരം ബാധിച്ച ആളുകൾക്ക് ഇത് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളത് സാറൊന്ന് പറഞ്ഞു തരാമോ? തിമിരം ബാധിച്ച ആളുകൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു തരാമെന്നല്ലേ? ശരി, പറയാം കേട്ടോ. നല്ല ചോദ്യമാണ്. ഇതെല്ലാം ഇവിടെ ആൻസർ, എല്ലാ ചോദ്യത്തിനും നമുക്ക് ആൻസർ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്നതും ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടാണ്. ഞാൻ കൊടുത്തൊരു വ്യക്തി ഏകദേശം ഒരു 65 വയസ്സുണ്ട്. തിമിരം നമുക്കറിയാം ഒരു 60 വയസ്സ് 55 വയസ്സിന് മേളിലേക്ക് സ്വാഭാവികമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. വെള്ളത്താണെങ്കിലും നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് അസുഖമായിട്ടൊന്നും ആരും കരുതണ്ട. അങ്ങനെ തിമിരം ബാധിച്ച് മുന്നോട്ട് പോയ വ്യക്തി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6000 രൂപ വേണമെന്ന് പറയും. പ്രഷർ കൂടുതലായിട്ട് ചെയ്തില്ല കേട്ടോ, 6000 രൂപ വേണമെന്ന് പറയും. അദ്ദേഹം മടങ്ങിപ്പോന്നു. നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ചു, അദ്ദേഹത്തിന്റെ പ്രഷർ മാറി. എന്നാൽ തിമിരത്തിന്റെ അത് ചെയ്തിട്ടുണ്ട്. തിമിരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല, ഇതിന്റെ അകത്ത് പ്രായാധിക്യം കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 65 വയസ്സ് കാണും അല്ലേ മാഡം?
54 വയസ്സ്. 44 വയസ്സേ ഉള്ളൂ അല്ലേ? 54 വയസ്സ്. 54 വയസ്സുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ തിമിരം എന്നൊന്നുമല്ല, വിഷൻ ലോസ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. അതിന് തടസ്സമായിട്ട് എന്താ നിൽക്കുന്ന ശരീരത്തിന് കൃത്യമായിട്ട് അറിയാം. അതിനെ കറക്റ്റ് ആകും. ധൈര്യമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറയുക. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുഖം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകാൻ പറയുക. അതുപോലെ കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറയുക. ഓക്കെ? ഈ ഓക്കെ, താങ്ക് യു കണ്ണിന്റെ സർ. കാര്യം പറഞ്ഞപ്പോൾ ഒരു ഇൻഫർമേഷൻ ഞാൻ പറയാം. ഡോക്ടർ രാജ, അതായത് എൻ്റെ കണ്ണിന് ഭയങ്കര ഈ പ്രൊഡക്റ്റ് നമ്മൾ ബെഡിൽ കിടന്ന് കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തലയിൽ ഈ പാഡ് വെക്കുമ്പോൾ അത്രയും ഭാഗം നമ്മുടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. നമ്മൾ ഈ കവന്നൊന്നും കിടക്കുന്നുമില്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ കണ്ണിൻ്റെ മധുരയിൽ പോയിട്ട് 4 ഇഞ്ചക്ഷൻ ചെയ്തു. കണ്ണിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ആയിരുന്നു. 4 ഒരു ഇഞ്ചക്ഷന് 1 ലക്ഷം രൂപ ആയി. 4 ഇഞ്ചക്ഷൻ ഉണ്ട് 25,000 രൂപ വെച്ച് മധുരയിൽ പോയി ഞാനും വൈഫും പോയി ലോഡ്ജ് എടുത്ത് താമസിച്ച് 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവായി. അപ്പോൾ ഇതിന് സയൻസ് ഞാൻ മനസ്സിലാക്കി പറഞ്ഞേ, ഇതിൻ്റെ ഇൻഫ്ലമേഷൻ നമ്മുടെ ഐയുടെ അകത്ത് നീർവീക്കം എന്ന് പറയും. അപ്പോൾ അത് മൂലാന്തരമാണ് നമുക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച ഒരു കോസ് അതാണ്. പിന്നെ ഈ ജോമ സാർ പറഞ്ഞാൽ ഏജ്, പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഞാനൊരു ഐപാഡ് വാങ്ങിച്ചിട്ട് കണ്ണിൽ വെച്ചു. ഐപാഡ് ഇതാണ് ഐപാഡ്. നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ കണ്ടില്ലേ, ഞാൻ വെച്ച് കാണിക്കാം, കണ്ടില്ലേ? അപ്പൊ ഈ ഐപാഡ് വെച്ച് ഞാൻ കിടന്നപ്പോൾ നല്ല ഉറക്കവും കിട്ടി. അതിലെല്ലാം നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ നല്ല കൊഴുകൊഴുത്ത ദ്രാവകം ഇങ്ങനെ ഒലിക്കും. അത് നമ്മൾ നല്ല വട്ടപ്പശയം കാട്ടി ഭയങ്കര കട്ടിയാൽ. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ എനിക്കിപ്പം കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റും. മറ്റേ കണ്ണാടി വെച്ചാലും എനിക്ക് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഐപാഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഐപാഡ് എല്ലാവരും വലിയ വിലയൊന്നുമില്ല, 1000-1500 രൂപയെ വിലയുള്ളൂ. ഈ ഐപാഡ് വെച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ ഒരു 60% നമുക്ക് കാഴ്ച അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കും ബെഡിൽ കിടക്കുന്നതിനെ കാട്ടി. അപ്പം നമ്മുടെ ഡയറക്റ്റ് കണ്ണിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേഷൻ സ്റ്റോപ്പ് ചെയ്ത് ദുഷിച്ച എല്ലാ എക്സ്ക്രീഷൻസും വെളിയിൽ വരും. ഓക്കെ, നല്ലൊരു അറിവായിരുന്നു രാജേഷ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഞാൻ തുടക്കത്തിൽ പറയുന്നു, അനുഭവത്തെ കണിക്കാൻ പറ്റുന്ന സാറ് പറയുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കേട്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. മോർണിംഗ് പറയൂ സാറേ. സാറേ, ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ നമ്മുടെ ഈ വാൾവിന്റെ കംപ്ലൈന്റ് വന്നാൽ അതുമാതിരി സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഹാർട്ട് പേഷ്യൻസിന് ഇത് അതേമാതിരി ഇപ്പൊ പിന്നെ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതേമാതിരി പിന്നെ ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോക്ക് വന്ന ആളുകൾക്ക് സർജറി കഴിഞ്ഞാൽ എന്താണ് സ്ട്രോക്ക് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം. സ്ട്രോക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് ഈ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുമല്ലോ. മിക്സ് ചെയ്തിട്ട് ഇത് ഓടുന്ന സമയത്ത് തലയിലേക്ക് പോകുന്ന ഞരമ്പിന്റെ അകത്ത് പോയി ഇത് അക്യുമുലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നാലാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പൊ സ്ട്രോക്ക് രോഗികളുടെ പ്രധാനപ്പെട്ട വിഷയം വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് തന്നെയാണ്. അപ്പം അങ്ങനെ അത് വന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. 2, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകൾക്ക് മിനിമം ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞാലേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. ഇത് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിച്ച ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് 3 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ അകത്ത് ചെയ്യുന്ന നമുക്കറിയാം, ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് പൈപ്പിന്റെ അകത്ത് കൊഴുപ്പിനെ വലിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റഡ് ഇടുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇത് സ്ഥാനഭ്രംശം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ ഇതിന് സ്ഥാനഭ്രംശം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ പ്രശ്നമുള്ളവരും ഉണ്ട്, പ്രശ്നമില്ലാത്തവരും ഉണ്ട്. എന്തായാലും നമ്മളിത് കമ്പനി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സർജറി കഴിഞ്ഞ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റുമോ? അവർക്ക് 6 മന്ത് കഴിയണം എന്നല്ലേ നമ്മൾ പറയുന്നത്. സർജറി കഴിഞ്ഞ ആൾക്ക് ധൈര്യമായിട്ട് 6 മന്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പറഞ്ഞ സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ഒരു പേടി. ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു, ഓപ്പൺ ആയിരുന്നു സാറേ, ഓപ്പൺ ആയിരുന്നോ? ഓപ്പൺ സർജറി ചെയ്തിട്ടുള്ള ആളുടെ പറയണം ബൈപ്പാസ് 6 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു സ്ട്രോക്കിന്റെ കംപ്ലൈന്റ്, സ്ട്രോക്ക് ഇപ്പൊ ഓണ സമയത്ത് സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ അവരുടെ നമ്മള് CT ബ്രെയിൻ നോക്കിയപ്പോ അതിലെ ബ്ലീഡിങ് ഉള്ളതാണ്. അപ്പൊ അവര് നമ്മുടെ ചോദിച്ചിരുന്നു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മള് പ്രൊഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം പറയണല്ലോ. അതുകൊണ്ട് നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറ്റില്ല എന്ന് തന്നെ പറയുന്നതല്ല. കാരണം ഇത്തരത്തിലുള്ള റിസ്കുകൾ വെല്ലുവിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കണ്ട. പിന്നെ ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. എന്റെ സഹോദരൻ ഈ തൊട്ടടുത്തുള്ള തിരുവാടിയിലുള്ളതാണ്. അദ്ദേഹം
പെരിയപ്പുറം ഡോക്ടറെ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെയും ആക്ഷേപിച്ച് ഒന്നും പറയുന്നതല്ല. നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ പെരിയപ്പുറം ഡോക്ടറുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും അദ്ദേഹത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഡേറ്റ് 6 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഒരാളാണ്. ഇതുപോലെ തന്നെ ബൈപ്പാസ് ചെയ്തു. 9.5 ലക്ഷം രൂപ 19 ലക്ഷം രൂപ മുടക്കി ബൈപ്പാസ് ചെയ്തു. 17 ദിവസം ആശുപത്രി കിടന്നു. 18ാമത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വന്നു. 13ാമത്തെ സ്റ്റെപ്പ് മേളിലേക്ക് കയറി ചെറിയൊരു വേദന ഫീൽ ചെയ്തു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ചെയ്ത ആരാണ്? നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് നമ്മുടെ പെരിയപ്പുറം ഡോക്ടർ. അദ്ദേഹമാണ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തു? 19 ലക്ഷം രൂപയും പോയി, രോഗി മരിച്ചു പോയി. നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് റിസൾട്ട് കിട്ടാം എന്ന് പറയുന്നത് പോലെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ട. അത് പെരിയപ്പുറം ഡോക്ടർ ചെയ്തുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായില്ല. രോഗി മരിച്ചിട്ടും പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമുക്ക് തലവേദനയാവും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള റിസ്ക് എടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഭഗത് സാറിനോട് പറയാനായിട്ടുള്ളത്. അതന്നെയാണ് പേഷ്യന്റ് ഇപ്പൊ ഓണത്തിനാണ് സ്ട്രോക്ക് വന്ന ആള് ഇപ്പൊ 3 ദിവസം മുന്നേ ഡെത്ത് ആയി. അപ്പോ നമ്മള് പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കാരണം. കൊടുത്തിരുന്നെങ്കിൽ എന്തോരം വിഷമം ഉണ്ടായിരുന്നു. കൊടുത്തെങ്കിൽ ചിലപ്പോ ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും സാറേ. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സി വി പറഞ്ഞോളൂ. ഞാൻ ബിബി സെബാസ്റ്റ്യൻ ചെന്നൈയിലാണ് കേട്ടോ. യെസ്, പറയൂ. സർ, ഇപ്പോ തമ്പി സാർ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഒത്തിരി പേരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവര് മെഡിക്കലി ഇത് പ്രൂഫ് അല്ലെന്ന് പറയണം. അപ്പൊ അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും മെഡിക്കലി പ്രൂഫ് കൊടുക്കാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ അടുത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. പറഞ്ഞുതരാം. അതായത് ബുധനാഴ്ചകളിലെ BOP നടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കയറി നോക്കണം. അതിൻ്റെ അകത്ത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു സൈഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുണ്ട്, ഒരു സൈഡിൽ ഇപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഇത് അംഗീകരിക്കപ്പെട്ട ആരോഗ്യ മന്ത്രാലയം അംഗീകരിക്കപ്പെട്ട ബയോ മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിയുടെ എത്രാമത് സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നതെന്ന് അതിനകത്തുണ്ട്. ഈ 2 സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയൊക്കെ വെച്ച് അടിക്കണമെങ്കിൽ ഇത് തമാശ രൂപത്തിൽ ചെയ്യാൻ പറ്റത്തില്ലോ. ആ ഒരൊറ്റ തെളിവ് മതിയല്ലോ നമുക്ക് കൊടുക്കാനായിട്ട്. പിന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേൾഡ് ഗിന്നസ് റെക്കോർഡൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തായാലും കൊടുക്കത്തില്ല. അപ്പൊ ഈ 2 കാര്യം നമുക്ക് മതി. ഒന്ന്, ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്തുണ്ട്. അത് ആയുഷിന്റെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ശ്രദ്ധിക്കണം. പല കമ്പനിയിലും ആയുഷിന്റെ പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആയുഷിന്റെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കേന്ദ്ര മന്ത്രാലയമുണ്ട്. ആയുഷ് മന്ത്രാലയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ആയുഷിന്റെ. അതിന്റെ ഒരു സൈഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുണ്ട്, മറു സൈഡിൽ നമ്മുടേതായിട്ടുള്ള ഈ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്. അതിന്റെ അടുത്ത പേജിൽ നമ്മൾ കാണുന്നത്, അതിന്റെ അടിയിലേക്ക് വന്നാൽ കുറെ ചികിത്സാ രീതി പറഞ്ഞിട്ട് മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് തെറാപ്പിയും ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഈ 2 സർട്ടിഫിക്കറ്റ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ലീഡറോട് പറഞ്ഞാൽ മതി. ലീഡർ നിങ്ങൾക്ക് കൃത്യമായിട്ടും അത് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമസ്കാരം. കേൾക്കാവോ? സാറേ, എന്റെ ഒരു ബിസിനസിനെ ബാധിക്കുന്ന, എന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചോളൂ. ഞാനൊരു 5-8 മാസമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, എല്ലാം കുറവ് തന്നെയാണ്. പക്ഷെ എന്റെ കാലിന്റെ പാദത്തിന് ചൂടാ. ചില സമയത്ത് നല്ല ചൂടടിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ റിസ്റ്റ് ബാൻഡ്, വലിയ ബെൽറ്റുള്ള ബാഡ് എന്റെ കാലിൽ കെട്ടുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ പെയിൻ മാറുന്നുണ്ട്. വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. റിസ്റ്റ് ബാൻഡ് എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെന്താ കാരണം? അത് എന്റെ ബിസിനസിനെ കോൺഫിഡൻസിനും കൂടി ബാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. താങ്ക് യു സർ. ശരി, സാറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 60 വയസ്സുണ്ട്. ഒരു ദിവസം കുടിക്കല്ല, എല്ലാ ദിവസവും കുടിക്കാൻ. എനിക്ക് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കുടിയുടെ കുറയുള്ളൂ. ബാസി സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ബാസി സാറ് സാറ് പറഞ്ഞോ. 60 വയസ്സുണ്ട് സാറേ. ശരി, ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലല്ല, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. വേറെ ഒരു മരുന്നൊന്നും കഴിക്കുന്നില്ല. എനിക്ക് ജോയിന്റ് പെയിൻ ആണ്. ഈ ജോയിന്റ് പെയിൻ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. കാലിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ സാറ് ചെയ്യേണ്ടത്, ഇപ്പൊ രാജു സാർ ഇവിടെ ഒരു കാര്യം കാണിച്ചു. നമ്മുടെ വാട്ടർ എനർജി പാഡ് ഞാൻ കാലെ കെട്ടാൻ വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞു, മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ രാജ് സാറ് വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു ആൻസർ തന്നു. എന്താണ്?
നമുക്ക് ഐപാഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് നമ്മുടെ കണ്ണേ വെക്കുന്നത്. കണ്ണേ വെക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടുകയാണ്. മറ്റേത് 10 ദിവസം കൊണ്ട് കിട്ടുന്നത് ഇവിടെ 2 ദിവസം കൊണ്ട് കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ കമ്പനിക്കെല്ലാം വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ ആകെ കണ്ടേക്കുന്നത് ഒരു വാട്ടർ എനർജി പാഡ് കണ്ടിട്ടുണ്ട്, ഒരു പില്ലോ പാഡ് കണ്ടിട്ടുണ്ട്, ഒരു മാട്രസ് പാഡ് കണ്ടിട്ടുണ്ട്, ഒരു റിസ്റ്റ് ബാൻഡ് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. ഒരു പക്ഷേ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്പനിക്ക് 300ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഏകദേശം 60ഓളം പ്രൊഡക്റ്റുകൾ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഒരിക്കൽ ശ്രീകുമാർ സാർ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പ്രൊഡക്റ്റുകൾ ഓരോന്നും കാണിച്ച് നമ്മളെ തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാലെ കെട്ടുമ്പം വേദന മാറുമെങ്കിൽ കാലിൽ ഫുള്ളായിട്ട് കെട്ടി വെക്കാൻ പറ്റുന്ന പാടുണ്ട്. അതൊരെണ്ണം ലീഡറോട് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും അത് അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വേദനയ്ക്ക് ശമനം ഉണ്ടാവും. മറ്റേത് നിങ്ങൾ കാലെ കെട്ടുമ്പോൾ വെള്ളം കുടിക്കാൻ ഉണ്ടാവില്ല, വെള്ളം കുടിക്കുമ്പോൾ കാലെ കെട്ടാൻ ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ വെള്ളം കുടി നിർബന്ധമാണ്. ഓരോ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കുടിക്കാൻ നമുക്ക് വാട്ടർ എനർജി പാഡ് ഉണ്ടാവില്ല. അപ്പൊ വെള്ളം കുടിക്കുന്ന സാധനം നമ്മൾ അഴിച്ച് കാലേ കെട്ടുമ്പോൾ നമുക്ക് കാലിലുള്ള സമയത്ത് വെള്ളം കുടിക്കാൻ ഉണ്ടാകത്തില്ല, വെള്ളം കുടിക്കുന്ന സമയത്ത് കാലിൽ ഉണ്ടാകത്തില്ല. അപ്പൊ കാലിന് പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കാലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു പാഡുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറും. ഓക്കെ സാർ, അതുപോലെ വേറൊരു പ്രശ്നം വരുന്നത് എന്റെ മുഖത്ത് നിറയെ കറുപ്പ് വരികയാണ്. മുഖം കറുത്ത് വരും. ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വെളുപ്പ് കളറാണ്. ഈ പോർഷൻ മാത്രം കറുത്ത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് അതിനെന്താ ചെയ്യേണ്ടത്? സാറ് ഫാറ്റി ലിവർ ഒന്ന് ചെക്ക് ചെയ്യണം. സാറ് രണ്ട് മൂന്ന് ടെസ്റ്റുകൾ നടത്തുന്ന സമയത്ത് ഫാറ്റി ലിവർ ഒന്ന് ചെക്ക് ചെയ്യുക. ഫാറ്റി ലിവർ ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോ എല്ലാം പെർഫെക്റ്റ് ആണ്. അയാള് പിന്നെ ലേസർ വെച്ച് കരിച്ചു കളയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കിൻ ഡോക്ടർ. അത് മുഖം ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി കഴിച്ച് കളഞ്ഞ് വൃത്തികേടാക്കണ്ട. നമ്മുടെ വാട്ടർ എനർജി പാഡ് വെച്ച് മറ്റേ മാഗ്നറ്റൈസ്ഡ് വാട്ടർ വെച്ച് ഒന്ന് കഴുകിയാൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഒരു കാര്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കാലിലിടുന്ന ചെരുപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു 60ഓളം പ്രൊഡക്റ്റുകൾ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ചെരുപ്പുണ്ട്, അതുപോലെ തന്നെ കാലിലിടുന്നുണ്ട്, ഷോൾഡർ പെയിൻസിനുണ്ട്, മുട്ടുവേദനയ്ക്കുണ്ട്, നമ്മുടെ കൈയുടെ മുട്ടിനിടുന്നുണ്ട്, അതുപോലെ ഷോൾഡറിനുണ്ട്, അതുപോലെ കഴുത്തിലിടാനായിട്ടുണ്ട്, തലവേദനയ്ക്ക് വേറെയുണ്ട്, ഐപാടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് മേടിച്ച് യൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. എന്റെ വൈഫ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഹലോ ഹലോ, ഈ സാർ ഇപ്പം പറഞ്ഞില്ലേ ശരീരം മൊത്തം കറുപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ശരീരം ഹലോ, ഈ ഒരുപാട് പേർ ഇപ്പൊ ശരീരം മൊത്തം സ്പോട്ട് വരുന്നതിന്റെ ഒരു ഹെറിഡിറ്ററി ഫാക്ടറാ കേട്ടോ. അപ്പച്ചന്റെ ഈ മൊത്തം പ്രായമായപ്പോ മൊത്തം 60 വയസ്സായപ്പോ എല്ലാം സ്പോട്ടായിട്ട് കറുത്ത് പാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കും ഉണ്ട്. ഇപ്പൊ എന്റെ കുറച്ച് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കറുപ്പൊരു ഹെറിഡിറ്ററി ഫാക്ടറാണ്. പിന്നെ രണ്ടാമത് ഷുഗർ ഉള്ള പേഷ്യൻസിൻ്റെ അകത്ത് വരും. മനസ്സിലായോ? ത്വക്കിൻ്റെ അകത്ത് ഇത് ഇച്ചിങ് ആൻഡ് സെൻസേഷനും ബ്ലാക്ക് മാർക്സ് വരും. അത് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുളിക്കാൻ നേരം ചെല്ലുമ്പോൾ ഒരു കോപ്പ വെള്ളം അല്ലെങ്കിൽ 2 ചെന്നിട്ട് നമ്മുടെ കുളിച്ച് കഴിഞ്ഞ ശേഷം തല കഴിഞ്ഞ ഈ വെള്ളം ശരിക്കും ഒഴിക്കുക. തുടക്കരുത്. തോർത്താതെ നമ്മളെ റൂമിൻ്റെ അകത്ത് ഫാൻ കയറി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആവും. ഈ മെലാനിൻ പിഗ്മെന്റ്സ് അത് മാറിക്കിട്ടും കേട്ടോ. ഒരു പരിധി വരെ മാറിക്കിട്ടും. ആവശ്യമില്ലാതെ ഈ റേഡിയേഷനോ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ല നമ്മുടെ ഇത് അടിക്കണ്ട, ലേസറൊന്നും അടിക്കണ്ട കേട്ടോ. വേണ്ടാത്ത ജോമൻ സാർ പറഞ്ഞ പോലെ സ്കിന്ന് വൃത്തികേടാക്കണ്ട. ഹലോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് 7 വർഷം മുമ്പ് സർജറി ചെയ്ത ആളാണ്. അപ്പൊ ഈ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തപ്പോ ആൾക്ക് ഈ മാസം ലാസ്റ്റ് കൊടുക്കനെ ഒന്നുകൂടി ചെക്കപ്പിന് ചെയ്തിട്ട് അന്ന് എന്താണ് ഡയാലിസിസ് ചെയ്യാനോ ചെയ്യണ്ടേന്നുള്ളത്. ഡയാലിസിസ് ചെയ്യേണ്ടി വരും തന്നെ പനക്രിയാറ്റിന്റെ അളവ് 8-9 ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാസം ലാസ്റ്റ് കൊടുക്കുന്ന ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊഡക്റ്റ് കൊടുത്തത്. അപ്പൊ അവർക്ക് ഇതിനെ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് ശേഷം അവർക്ക് ഡയാലിസിസിന്റെ ആവശ്യം വരാതെ ഉള്ള ഒരു അവസരം വരുമോ? ഓക്കെ, നല്ല ചോദ്യമാണ്.
നമ്മൾ എപ്പോഴും പറയുന്നത് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, നമ്മൾ ഡോക്ടറായി നിൽക്കേണ്ട ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ പറയുന്ന, അതായത് ഡോക്ടേഴ്സ് എന്താണോ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, 900 മില്ലിയോ 1 ലിറ്ററോ വെള്ളം കുടിക്കാൻ പറയുന്നെങ്കിൽ അത് കുടിച്ചാൽ മതി. ആ വെള്ളം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ 3 ചെയ്യുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അടുത്ത സ്റ്റേജിലേക്കൊന്നും പോകത്തില്ല. അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. 3, 2 ആക്കാം. അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത 3 ഡയാലിസിസ് ചെയ്ത ആളുകൾ 2, 2, 1 ഒക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ, അതായത് ഡയാലിസിസേ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മളായി മാറിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോട് ഡോക്ടർ 900 മില്ലി വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിച്ച വെള്ളം 2.5 ലിറ്റർ. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകളിൽ വെള്ളം കൂടുതൽ കുടിക്കുന്ന സമയത്ത് കാലിന് നീരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഡോക്ടറായി നിന്നിട്ട് ഒരിക്കലും അവിടെ സംസാരിക്കേണ്ട. പക്ഷെ കുടിക്കുന്ന വെള്ളം, കൊടുക്കാൻ പറയുന്ന വെള്ളം, നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ വെള്ളം കൊടുക്കുക. പിന്നെ ഒരു സജഷൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ 900 മില്ലി എന്ന് പറഞ്ഞാൽ 900 അല്ലെങ്കിൽ ഒരു കവിള് വെള്ളം കൂടെ കൂട്ടി കൊണ്ടുവരാം. കാലിന് നീരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഡോക്ടർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഗുണത്തെക്കാൾ ഏറെ നമുക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ സർ, ഗുഡ് മോർണിംഗ്. സാറേ, പിന്നെ ഞാനും വൈഫും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഒരു മാസവും ഒരു 3-4 ദിവസമായി. അപ്പോ വൈഫിന് പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഗാൾ ബ്ലാഡർ എടുത്ത് നീക്കം ചെയ്ത ആളാണ് 5 വർഷം മുമ്പേ. ആ സ്റ്റോണിന്റെ, അതായത് പിത്താശയം എടുത്ത് നീക്കം ചെയ്തതാണ്. സ്റ്റോണ് 12ഓളം 8 mm പിന്നെ വലിപ്പമുള്ള 12ഓളം സ്റ്റോൺ ഉണ്ടായിരുന്നു. എടുത്ത് നീക്കം ചെയ്യാതെ നിർവാഹമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് നീക്കം ചെയ്തു. അപ്പൊ അതിനുശേഷം ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും, കട്ടിയുള്ള ആഹാരം അധികം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് അത് ഏതാണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിന് വേറെ എന്തെങ്കിലും എടുത്ത് നീക്കിയതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഈ നമ്മളെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം പരിഹരിക്കാൻ? പറഞ്ഞുതരാം. സാറ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. എന്റെ വൈഫ് സമാന വിഷയമായിരുന്നു. എന്റെ വൈഫ് ഏകദേശം ഇന്നേക്കൊരു 9 വർഷം മുൻപ് ഭയങ്കരമായിട്ട് വയറുവേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് ഡോക്ടേഴ്സിന് അത് പരിഹരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നിന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചു. നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിലെ ഹോസ്പിറ്റൽ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഗോൾ ബ്ലാഡർ മുഴുവൻ കല്ലാണ്. പക്ഷെ കല്ല് നീക്കം ചെയ്യാൻ നോക്കിയപ്പോൾ അത് മുഴുവൻ പഴുത്തുപോയി. അത് അതേപടി കണ്ടിച്ച് കളഞ്ഞു. പക്ഷെ അവിടെ ഗ്യാസ്ട്രിക് അസിഡിറ്റി എന്ന് പറയുന്ന സംവിധാനം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ശരീരത്തിന്റെ അകത്ത് ഒരു ശരീരത്തിന്റെ അകത്ത് ഒരു അവയവം മാറുന്ന, എപ്പോഴും ഒരു അവയവം മാറുന്ന പോലെ, ഒരു വിരൽ മാറുമ്പോൾ ഒരു വിരൽ മാറുന്ന പോലെ തന്നെയാണ്. അപ്പൊ അതെന്താണോ പ്രവർത്തനം ഉള്ളത്, അതിന്റെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ അതിന് പരിഹാരം വരും. അതായത് ഇത്രയേ ഉള്ളൂ, അത് ഉള്ള സമയത്ത് നമ്മുടെ ശരീരം എന്താണോ ചെയ്തത്, അതില്ലാത്ത സമയത്ത് ശരീരം എങ്ങനെ പ്രവർത്തിക്കണം, ബൈപ്പാസ് ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡിസോർഡറിനെ എങ്ങനെ കറക്റ്റ് ആക്കണം എന്നുള്ളതിനെ കുറിച്ച് ശരീരം തീരുമാനിച്ചോളും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിത്യമായിട്ട് തന്നെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാറേ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് സാറേ. ഒരാളോട് പറഞ്ഞു. ഓക്കെ, പറയട്ടെ? ഹലോ, പറഞ്ഞോ പറഞ്ഞോ മാഡം. ഞാൻ കാവനൂരാണ്. ഞാൻ കൊറ്റിക്കുട്ടിയാണ്, പിന്നെ കൊറ്റിക്കുട്ടി അമ്മയാണ്. പക്ഷെ ഞാനിപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഗുണം കിട്ടും. ഞാനിപ്പോ ഒരാൾക്ക് പോയി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അവസരമാരായിട്ട് ഒരു പനി ഉണ്ടായാണ്ട് ഒരു 20 വയസ്സായ ഒരു കുട്ടിക്ക് പനി ഉണ്ടായി, ഒരു ഭാഗം തളർന്നിട്ടുണ്ട്. ഒന്നാമത് തേങ്ങ ഒരു മൊച്ചിങ്ങ തലയ്ക്ക് വീണതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായതും. പിന്നെ പനി ഉണ്ടായും ചെയ്തിരുന്നു. അത് നമ്മളെ പോയിട്ട് കൊടുത്താ സുഖം ഉണ്ടാവുമോ? തേങ്ങ എവിടെ വീണേ? തലയിലാണ് വീണേ? ആ, തലയില് ഒരു ഭാഗത്താണല്ലോ വീണത്. അപ്പൊ അത് ഞരമ്പിന്റെ ഇതിലാണോന്ന് അറിയില്ല, ഒരു ഭാഗം കഴിഞ്ഞൊക്കെയാണ്. അപ്പൊ അത് കുറെ ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സുഖാവോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ഒരു ഡോക്ടർമാര് ചികിത്സിച്ചാലും അത് റിസൾട്ട് കിട്ടും എന്നുള്ള ചിന്തയിലല്ല ചികിത്സിക്കുന്നത്. കിട്ടണം എന്ന അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. റിസൾട്ട് തരുന്നതെല്ലാം ദൈവം തമ്പുരാനാണ്. ഇതേ സമാന വിഷയം ഒരാൾക്കുണ്ട്. മുറ്റത്ത് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പം ഏകദേശം ഒരു 30 അടി പൊക്കത്തിൽ നിന്ന് ഒരു തേങ്ങ വീണു. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പഴന്തോട്ടം ഭാഗത്താണ്. തേങ്ങ വീണു, തലയുടെ ഒരു ഭാഗം തകർന്നു. ഇപ്പൊ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഴി പോലെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷമായി ഈ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? വർഷങ്ങളായി, ലക്ഷങ്ങൾ കഴിഞ്ഞു. എന്തെങ്കിലും ഗ്യാരണ്ടി നിങ്ങൾക്ക് ഡോക്ടർമാർ തന്നായിരുന്നോ? അത് തന്നില്ല. പിന്നെ നിങ്ങളൊരു 10-700 ഒരു ഉൽപ്പന്നം മേടിച്ചാൽ ഞങ്ങൾ എന്ത് ഗ്യാരണ്ടി തരാം? ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് വരെ കിട്ടാത്ത മിറക്കിൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പൂർണ്ണമാണോ അപൂർണമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറഞ്ഞോളൂ. 100% നമ്മൾ ഗ്യാരണ്ടി പറയേണ്ട, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുകയും വേണ്ട. ഓക്കെ,
ഓക്കെ. അപ്പൊ ഞാനത് ചോദിക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് പറയാതെ അപ്പൊ നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടെ വേണ്ട റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ട ഹലോ, റിസ്ക് നമസ്കാരം എടുക്കണ്ട സാർ. റിസ്ക് എടുക്കണ്ട. ആയിക്കോട്ടെ. നമസ്കാരം എന്നാ നമസ്കാരം. ശരി. ഓക്കെ ഓക്കെ. സാർ, ഞാനൊരു അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സാർ, ഞാനൊരു നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു മോൾക്ക് 23 വയസ്സ്, കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. തിരുവനന്തപുരത്ത് പോയിട്ട് മെഡിക്കൽ സയൻസിന് ഇന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പാലക്കാടാണ് സ്വദേശം, പാലക്കാട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിട്ടേൺ ചെയ്തു. അവർ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ ധൈര്യമായിട്ട് ആ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സാർ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുകൂടെ അത് ചോദ്യം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. സാർ, മെഡിക്കൽ സയൻസിന് ഈ പെൺകുട്ടിയുടെ ബ്ലഡ് ക്യാൻസറിന് ഇനി ഫ്യൂച്ചറിൽ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മടക്കിയതാണ് തിരുവനന്തപുരം RGC. അപ്പൊ അവർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തു. വീണ്ടും അവർ വീട്ടിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി കണ്ടു. ഞാൻ വളരെ ധൈര്യപ്പെടുത്തി, അവരുടെ പാരന്റ്സിനെ ധൈര്യപ്പെടുത്തി 10,700 പ്രോഡക്റ്റ് കൊടുത്തു. അവർക്ക് കൗണ്ട് വളരെ കുറഞ്ഞ 10,000 ഉള്ളു കൗണ്ട് ബ്ലഡ്. അപ്പൊ ഞാൻ അൾട്രാബെറി ജ്യൂസ് ഒരു 10 മില്ലി ദിവസം കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. 10,700 പ്രോഡക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യെസ് സർ, പറഞ്ഞോളൂ. ഇത് രണ്ടും സാറ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു കോള് വന്നു ഇങ്ങനെയാണ്. ഹോസ്പിറ്റലില് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സമാന അനുഭവം, അതായത് 4% മാത്രമേ ഡോക്ടേഴ്സ് ഗ്യാരണ്ടി പറയൂ. 4%. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മാസം 4 ലക്ഷം രൂപ. മക്കളൊക്കെ അമേരിക്കയിലാണ്. ഒരു മാസം 4 ലക്ഷം രൂപയാണ് ട്രീറ്റ്മെന്റ്. സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാണ്, ക്യാൻസറും ഉണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4%, അതായത് 100 എന്ന് പറയുന്നതിൻ്റെ അകത്ത് 96% വീക്കായി പോയ വ്യക്തിക്ക് 4% ഗ്യാരണ്ടി പറഞ്ഞ് ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് പെർ മന്ത് 4 ലക്ഷം രൂപ. അത് ആ കുട്ടികൾ കൊടുക്കാൻ തയ്യാറാണ്, ആ മക്കൾ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ. ഇവിടെ ഞാൻ 10,700 പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 19,300 പ്രൊഡക്റ്റ് ഡബിൾ, അതായത് D1 എന്ന് പറഞ്ഞാൽ ഫുൾ ഷീറ്റ് ആണ്, നിങ്ങൾ വാങ്ങിച്ച് അദ്ദേഹത്തെ നിങ്ങൾ അതിനകത്തൊന്ന് കിടത്തിയാൽ. കാരണം 4 ലക്ഷം രൂപ കളയുന്ന വ്യക്തിക്ക് 4% സാധ്യതയുള്ളെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ ഇട്ടോണ്ടിരിക്കുന്നത്? വീട്ടിൽ കൊണ്ടുവന്നാൽ പോരെ? സ്വസ്ഥമായിട്ട് അദ്ദേഹത്തെ മരിക്കാൻ അങ്ങനെയാണ് അനുവദിച്ചാൽ മതി. നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഉൽപ്പന്നത്തെ കിടത്താൻ പറഞ്ഞു, അവർ അടുത്ത ദിവസം അത് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർമാർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ല എന്ന് അവർ കൈ ഒഴിഞ്ഞപ്പോൾ സാറിന്റെ കൊടുത്ത ധൈര്യത്തെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്താണെങ്കിലും ഡോക്ടർ അവസാനത്തെ വാക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ദൈവം തമ്പുരാനാണ് റിസൾട്ട് തരുന്നത്, നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ അല്ല, പക്ക നാച്ചുറാലിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, നാച്ചുറൽ ആണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമ്മൾ നോക്കണ്ട. ഒന്നുകൂടെ പറയാം, ഡോക്ടർ എന്ന് പറയുന്നത് അവസാന വാക്കല്ല. ഡോക്ടർ പറയും ചിലപ്പോൾ മരിക്കുമെന്ന് പറയും. അതിനൊരു ഉദാഹരണം ഇവിടെ പച്ചയ്ക്ക് ഈ സൂമിൽ ഇരിപ്പുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ രാജു സാർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് അന്ത്യകുദാശ കൊടുത്ത വ്യക്തിയാ അല്ലെ? ആ അന്ത്യകുദാശ കൊടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിക്കും. കാണാനുള്ളവരെല്ലാം കാണിച്ചോ, അറിയിക്കാനുള്ളവരെ അറിയിച്ചോ, ഗൾഫിൽ നിന്ന് വരാനുള്ള മക്കളെയൊക്കെ വരുത്തിക്കോ, ഇദ്ദേഹം മരിക്കാൻ പോവാണ്. അത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ആ മനുഷ്യനാണ് ഇപ്പം നിങ്ങളുടെ മുൻപിൽ എത്ര പ്രാവശ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് പറഞ്ഞു തന്നില്ലേ? അപ്പോ ഡോക്ടർ എന്ന് പറയുന്ന അവസാന വാക്കല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അത് എപ്പോ പോകണം എന്നുള്ളത് ഓടേ തമ്പുരാൻ തീരുമാനിച്ചോളൂ. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. സാറേ, ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ പേഴ്സണലായിട്ട് ഞാൻ ഒരു വർഷം മുന്നേ എന്റെ കാലിലെ വെയിൻ കട്ടായിരുന്നു. നടക്കാൻ പറ്റാതെ ഡോക്ടർമാർ 1.5 വർഷം കഴിയും നടക്കണം എന്ന് പറഞ്ഞാണ് സർജറി വേണ്ട, സർജറി ചെയ്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വെയിന് വല്ല പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ മോശമായി പോകും. പിന്നെ കാല് പല പഴുപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം സഹായിച്ചിട്ട് പിന്നെ സർജറി ചെയ്യാതെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൈകാലം മസിൽ കോച്ചിപ്പിടുത്തമുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ മണിക്കൂറുകളോളം നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്ത് ആണ് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് പിന്നെ കുറയുന്നത്. ഇപ്പൊ ഇന്നലെ സമാനമായിട്ട് ഭയങ്കരമായി ഈ കാലിന്റെ ഞരമ്പ് മുറിഞ്ഞ അതേ കാലിൽ തന്നെ ഭയങ്കരമായിട്ട് കോച്ചിപ്പിടുത്തമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഒരു വർഷത്തിന് ശേഷം പിന്നെ ഇതാദ്യമായിട്ടാണ് വരുന്നത്.
സാർ അത് ഞാനിപ്പോ വാട്ടർ എനർജി പാഡ് കാലിൽ കെട്ടിയിട്ട് ഇന്നലെ രാത്രി കിടന്നു. പലപ്പോഴും കാല് നിവർത്തി വെക്കാൻ പറ്റില്ല. ഉറങ്ങുന്ന സമയത്ത് അറിയാതെ പറ്റും, ഭയങ്കര പിടുത്തമാണ്. അങ്ങനെ ഞരമ്പ് അങ്ങോട്ട് വലിഞ്ഞു മുറുകുന്ന മാതിരിയാണ്. അതുപോലെ തന്നെ ഒരു ഷോൾഡർ പെയിൻ, ഇടത് ഭാഗത്തെ ഷോൾഡർ ഭയങ്കരമായിട്ട് പെയിൻ കുറെ ആയിട്ട്. അതൊരു ഒരു തരിപ്പ് പോലെയുണ്ട്. ഷോൾഡർ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട്. ഇടുപ്പ് അതേ സൈഡ് തന്നെ ഇടുപ്പ് വേദനയുണ്ട് സാർ. ഇതിന് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് രണ്ട് സാറ് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ആൻസർ ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ ഒരു വെയിൻ കട്ടായി പോയി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിനിന്റെ ഒരു ധർമ്മം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയത്ത് അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഓൾറെഡി നടക്കുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ട് ഓൾറെഡി സാറിനുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വെയിൻസിന് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാൻ നമ്മുടെ വാട്ടർഷിപ്പ് പാഡ് ഉപകാരപ്രദമാവും. സാർ അത് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും അത് കൂടിയെന്നാണ് സാറോട് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഫുള്ളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാഡ് ഉണ്ട്. ആ പാഡ് നിങ്ങളുടെ ലീഡറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് പോയിന്റ് സ്ഥലത്ത്. വൺ സെക്കൻഡ് സർ, നമ്മുടെ ഇതാണോ വേരിക്കോസ് വെയിനുള്ള പാഡാണോ? വെരിക്കോസ് വെയിന് സാധാരണ നമ്മൾ കെട്ടുന്ന പാഡ് എന്ന് പറഞ്ഞാൽ വാട്ടർഷിപ്പ് പാഡ് തന്നെ രാത്രി അഴിച്ച് നമ്മൾ കെട്ടുകയാണ് കാലം പതിവ്. പകല് കെട്ടാൻ നമുക്കില്ല. പകല് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാണ്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കെട്ടുന്നു. അതിന് പകരമായിട്ട് ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ പാഡ് ഉണ്ട്, കാലിടാൻ പറ്റുന്ന ഫുൾ പാഡ് ഉണ്ട്. ആ ഫുൾ പാഡ് മേടിച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കിടന്നോളും. അതിന് നല്ലൊരു ശതമാനം മാറ്റം ഉണ്ടാവും. ഓക്കെ സർ. ഈ ഷോൾഡർ പെയിനും ഇതുപോലെ തന്നെ നമ്മുടെ മാട്രസ് പാഡ് മതി. അതിന് സമയം എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി അതിന് സമയം എടുക്കുമെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ പെയിൻ പാഡ് ഉണ്ട്, റിലീഫ് പാഡ് ഉണ്ട്. അതും നിങ്ങളുടെ ലീഡറിനോട് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങിച്ചാൽ, ഈ രാജ് സാർ പറഞ്ഞാൽ അതിനൊന്നും അധികം വിലയൊന്നുമില്ല, അതും കൂടി വാങ്ങിച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരാളെ പറയാം. ഗുഡ് മോർണിംഗ് സാർ. സാർ ഞാൻ സാർ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കിഡ്നി മാറ്റി വെച്ച ആൾക്ക് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാമോ എന്നാണ്. മാറ്റി വെച്ച ആൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാമോ? സലീമാണ്. ഹലോ, മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. സാർ ഒന്നുകൂടെ പറഞ്ഞേ. സാറേ ഞാൻ സലീം പെരുമ്പാവൂര്. ഹലോ സാറേ, ഞാൻ ചോദിക്കാനുള്ളത്, ഈ കിഡ്നി മാറ്റിവെച്ച ആൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാമോ എന്നാണ് ഉള്ളതാണ്. കിഡ്നി മാറ്റിവെച്ച ആളുകൾക്ക് ഉപയോഗിക്കുന്നതൊന്നും യാതൊരു പ്രശ്നമില്ല. കിഡ്നി മാറ്റിവെച്ച എന്തിനാ? ജീവിക്കാൻ വേണ്ടിയല്ലേ. നമുക്ക് ജീവിക്കാൻ ഒന്നുകൂടെ പ്രചോദനം തരുന്ന ഉൽപ്പന്നമാണ് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നം. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ചെരിപ്പിടാതെ ഭൂമിയിൽ കൂടെ നടക്കുക, ഇല്ലെങ്കിൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുക. ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ സാറേ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താണെങ്കിലും വളരെ സന്തോഷം. ഇത്രത്തോളം, അതായത് പ്രതീക്ഷയിലും സമയം കൂടി പോയി, 7:54 വരെ ആയി പോയിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. ഒരുപാട് പേര് ചോദ്യങ്ങൾ വന്നു, അതിന് ആൻസറബിൾ തന്നു. അതിൽ കൂടുതലായിട്ട് രാജു സാറ്, സലീം സാറൊക്കെ ഇവിടെ കൃത്യമായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ആൻസറബിൾ ആയിട്ട്, രാജു സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച മനുഷ്യനാണ്, നമുക്ക് ആൻസർ തന്നു. ആ വ്യക്തി നമുക്ക് തന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആൻസറുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മനോജ് സാർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഹാർദവമായിട്ട് ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ സാർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി പ്രോഗ്രാമാണ് സൺഡേസിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം റിസൾട്ട് ഷെയറിംഗ് പ്രോഗ്രാം ആയിരുന്നു, സൺഡേ മോർണിംഗ് ആൻഡ് വെനസ്ഡേ ഈവനിങ്. അപ്പോൾ അത് വെനസ്ഡേ ഈവനിങ്ങിലേക്ക് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് പ്ലീസ് ഞായറാഴ്ച ദിവസം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. യെസ്. ഞായറാഴ്ച നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ടുകൾക്ക് പകരം ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, റിസൾട്ട് കിട്ടുന്നില്ല, ഇന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ മുതലായ കുറേ സംശയങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആ സംശയങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജെയ്മോൻ ജോസഫ് സാറ് നിങ്ങളുമായി സംവദിച്ചത്. അദ്ദേഹം നല്ലൊരു വെൽനസ് കോച്ചാണ്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ്.
അടിപൊളിയായിട്ട് സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയ്മോൻ ജോസഫ് സാറിന് സാധിച്ചിട്ടുണ്ട്. ബി കൺഗ്രാജുലേഷൻ സാർ. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ സാറിന് നൽകാമെന്നതിൽ വളരെ സന്തോഷമുണ്ട്, എനിക്ക് അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിൽ ആരും സംശയം വെച്ചിട്ട് ഈ പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ആദ്യം തന്നെ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. അതിനെല്ലാവർക്കും സാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ അവസാനം ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞ കിഡ്നി മാറ്റിവെച്ച ആൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുണ്ടോ? കിഡ്നി മാറ്റിവെച്ച ആൾ എല്ലാം നമുക്കറിയാം. മേജർ സർജറി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പ്രത്യേകിച്ച് കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്ന ആൾ മേജർ സർജറി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ചെറിയ സർജറി ആണെങ്കിൽ നമുക്ക് 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വളരെ കൃത്യമായ ഉത്തരങ്ങളെല്ലാം തന്നെ ജയ്മോൻ സാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗൻസിനും ഉള്ള പ്രൊഡക്റ്റുകൾ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പൊ രാജു സാർ പറഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തിയായിട്ട് ബന്ധപ്പെട്ട് ഐപാഡ് ഉണ്ട്, നമുക്ക് അത് ഉപയോഗിക്കാം കണ്ണിന് കെട്ടാൻ വേണ്ടിയിട്ട്. അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചാൽ മതി. കണ്ണട വെക്കുന്നില്ല. ഇപ്പൊ രാജു സാറ് കണ്ണട വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇല്ലേ? ഇപ്പൊ ഞാൻ ഇതുവരെ കണ്ണട യൂസ് ചെയ്തിട്ടില്ല. ഗീതാ പ്രകാശ് മേഡൊക്കെ നോക്കുക, ഗീതാ സുരേഷ് മേഡം കണ്ണട വെച്ചിട്ടേ ഇരിക്കുന്നത്, അല്ലേ? ഞാൻ ഇന്നുവരെയും കണ്ണട യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പത്രം വരെ വായിക്കുന്നു, മനസ്സിലായ? കാരണം ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ സ്ഥിരമായിട്ട് കുടിക്കുകയും മുഖം കഴുകുകയും കണ്ണിനകത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ധാരധാരയായി ഒഴിക്കുകയൊക്കെ ചെയ്യാന്നുള്ളതാണ് ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഓർഗൻസിനും അവസാനം ഉണ്ണി സാറ് പറഞ്ഞ റിസൾട്ട്, നമ്മുടെ കാൽപാദത്തിന് വേദന, അവിടെ വേദന, ഇതിന് വേദന, ഈ വേദനകൾക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നപ്പോൾ നമ്മളെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ന്യൂട്രിയൻസ് ഒന്നും ബോഡിയിൽ ഇല്ലെങ്കിൽ വേദനകൾ ഉണ്ടാവും. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായ വേദന ഉണ്ടാവും. അതോടൊപ്പം നമ്മൾ സൂര്യപ്രകാശം കൂടി കൊള്ളണം, മനസ്സിലായ? ചില ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് തീരെ റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അവരോട് എന്ത് ചെയ്യണം? അവരൊന്ന് കുറച്ച് വെയിൽ കൊള്ളാൻ പറയണം. വെയിൽ കൊള്ളാത്ത ആളുകൾക്ക് റിസൾട്ട് കുറയും. നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെയിലും കൂടെ ശരീരത്തിനൊക്കെ കൊള്ളുന്ന രീതിയിൽ കുറച്ച് മണിക്കൂർ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ അഭാവം ഹാർട്ട് അറ്റാക്ക് വരും, അല്ലേ ജയ്മോൻ സാറേ? വരില്ലേ? ജയ്മോൻ സാർ എന്നെക്കാളും വലിയ വെൽനസ് കോച്ചാണ്. വൈറ്റമിൻ സി ശരീരത്തിൽ കുറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് മാത്രം പോരാ. മാഗ്നറ്റിക് പ്രൊഡക്ട്സിനോടൊപ്പം വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ടെസ്റ്റുകൾ കൂടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മൾ ഈ ചോറും സാമ്പാറും മാത്രം കഴിച്ച് ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വെൽനസ് കോച്ച് എന്നുള്ള നിലയിൽ നമ്മൾ പറയുമ്പോൾ മാഗ്നറ്റിക് പ്രൊഡക്ട്സിന് പുറമെ നമ്മളെ ശരീരത്തിൽ ഒന്ന് പരിശോധിച്ച്, കാലുവേദന തീരെ മാറാത്ത ആളുകൾ അവരുടെ വൈറ്റമിൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആരോ നമ്മുടെ സുനിൽ സാറങ്ങം പറഞ്ഞു കേട്ടു, ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഭയങ്കര കാലുവേദന, അവരുടെ ബോഡി ഒന്ന് പരിശോധിക്കാൻ പറയണം. ഈ പ്രൊഡക്റ്റ് മാത്രം പോരാ അവരെ സംബന്ധിച്ചോ. വൈറ്റമിൻ്റെ അഭാവം സ്വാഭാവികമായിട്ടും വേദന കൂട്ടും. അപ്പോൾ വൈറ്റമിൻ ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്താ കുറവെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള നമ്മളെ ഫുഡ് സപ്ലിമെന്റ്സ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാബെറി ജ്യൂസ് ഉണ്ട്, എന്തൊക്കെ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നല്ലേ? അതുപോലെ തന്നെ മോർ പവർ, ചിന്തിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് കിട്ടുന്നത്. മോർ പവർ എന്ന് പറഞ്ഞാൽ ആയുർവേദമുണ്ട്, അതിനകത്ത് സിദ്ധയുണ്ട്, അതിനകത്ത് ഇല്ലേ? ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റാണ്. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെറുപ്പക്കാരനായി മാറി. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് കൂടി അവരോട് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറയണം. അൾട്രാബെറി ഉപയോഗിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നു, ആദ്യം തന്നെ ഒരു 5 ml മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ചില ആളുകൾക്ക് അൾട്രാബെറി ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അതിനകത്തുള്ള ഫ്രൂട്ട്സ് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ആവാത്തത് കൊണ്ട് ചെറിയ അലർജി ചില ആളുകൾക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഒരു 5 ml മാത്രം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആളുകൾ 5 ml കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ നല്ല 30 ml അടിക്കാൻ കുടിക്കും, വെള്ളം ചേർക്കത്തില്ല, മനസ്സിലായ? അപ്പോൾ ചിലപ്പോൾ അസിഡിറ്റിയിലുള്ള ആളുകൾക്ക് ചൊറിച്ചിലും നാക്ക് പൊട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 5 ml ആദ്യം നിങ്ങൾ കഴിക്കൂ. ചില ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. എനിക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു 5 ml കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മെല്ലെ അത് 10 ml 15 ml വെള്ളം കുടിക്കണം. നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നന്നായിട്ട് കുടിക്കണം. അതോടൊപ്പം നമ്മൾ അൾട്രാബെറി ജ്യൂസും മോർ പവറും കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അത് ഉപയോഗിച്ച് ഉടനെ വെള്ളം കുടിക്കരുത്. ഇത് ഉപയോഗിച്ച് ഒരു 30 minutes കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. രാവിലെ വെറും വയറ്റിൽ അല്പം വെള്ളം കുടിച്ചതിന് ശേഷം വേണം നമ്മൾ മോർ പവർ ആയാലും അൾട്രാബെറി ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കണം.
എന്നാൽ മാത്രമേ ഇതിനെല്ലാം റിസൾട്ട് ഉണ്ടാവുള്ളൂ. ടോക്സിൻസ് എല്ലാം ബോഡി ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ശരീരം തനിയെ നടത്തുന്നുണ്ട് അല്ലേ. അതാണ് കിഡ്നിയുടെ തൊഴിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിവറും അല്ലേ. അപ്പോൾ ലിവറും കിഡ്നിയും നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് തള്ളുന്നുണ്ട് വിഷാംശങ്ങളെ. അപ്പോൾ ആ വിഷാംശങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിച്ചുള്ള കുളി ബെസ്റ്റാണ്. അത് നമ്മൾ 20 ലിറ്ററിന്റെ ജാറിന് റാപ്പ് ചെയ്യാൻ പറ്റുന്ന പാഡ് വന്നിട്ടുണ്ട് നമുക്ക്. അത് റാപ്പ് ചെയ്യാം 20 ലിറ്ററിന്റെ ജാറിന്. അപ്പോൾ പലരും പറയും അത് മുകളിൽ റാപ്പ് ചെയ്യുമ്പോൾ താഴെയാണ് വെള്ളം വീഴുന്നത്, താഴെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ താഴെയും അത് റാപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഈ മാഗ്നറ്റൈസ് പാഡ് എന്ത് ചെയ്യാം, പാഡ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചാൽ മതി. മനസ്സിലായോ? ഇത് റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ജാറ് റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. റാപ്പ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 പാഡാണ് കിട്ടുന്നത്, 2 സെറ്റാണ്. ഒന്ന് മുകളിൽ റാപ്പ് ചെയ്യാം, ഒന്ന് എന്ത് ചെയ്യണം എന്നറിയോ, പാഡ് മേശപ്പുറത്ത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, ഈ ജാർ എടുത്ത് വെക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഇവിടെ പാഡ് നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പാഡ് ഉണ്ടെങ്കിൽ ഈ പാഡ് അടിയിൽ വെക്കുക. ഇതൊരു പാഡാണ്, ഈ പാഡ് എടുത്തിട്ട് ഇങ്ങനെ അടിയിൽ വെക്കുക. അപ്പം കൂടുതൽ എനർജിസ്ഡ് വാട്ടർ ആവും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ 2 എണ്ണം കിട്ടും അത്. ഇപ്പൊ 2 എണ്ണം കിട്ടുമ്പോൾ ഒന്ന് മുകളിൽ റാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ റാപ്പ് ചെയ്യാം, അടിയിൽ വെച്ചിട്ട് നമുക്കത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവും. ത്വക്കിന് ഏറ്റവും ബെസ്റ്റാണ് അല്ലേ. ശരീരത്തിൽ ഏറ്റവും വലിയൊരു ഓർഗനാണ് ത്വക്ക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഓർഗനിൽ, ഇന്റേണൽ ഓർഗനിൽ നമുക്കറിയാം ലിവറാണ്. അപ്പൊ എക്സ്റ്റേണൽ ഓർഗനിൽ ത്വക്കാണ് ശരീരം മുഴുവൻ. ഈ ത്വക്കിന്റെ നിറം അനുസരിച്ചാണ് നമ്മുടെ അല്ലെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കറുപ്പിന് 7 അഴകാണ് കേട്ടോ. ഇനി അത് വിചാരിച്ചിട്ട് ആരും വെളുപ്പിക്കാൻ നടക്കണ്ട. കറുപ്പിന് 7 അഴകാണ്. അപ്പൊ വെള്ള നിറത്തിന് ഒരഴകേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്വക്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം മാത്രമല്ല, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. ഈ കണ്ണിന് കറുപ്പ് വരുന്നത്, എനിക്ക് ഭയങ്കര കറുപ്പായിരുന്നു. എന്നോട് പലരും പറയും നിങ്ങളൊന്ന് അത് ടെസ്റ്റ് ചെയ്യണതിന് മറ്റേ ഇത് ലിവറിന്റെ ടെസ്റ്റ് ചെയ്യണത്തിന് മറ്റേ ടെസ്റ്റ് ചെയ്യണത്തിനൊക്കെ പറയും. എല്ലാം ഓക്കെയാണ്, പക്ഷെ കണ്ണിന്റെ കറുപ്പ് എനിക്ക് പോലെ അത് ജന്മനുള്ളതാണ്. യാത്ര ചെയ്ത ഉടനെ അത് കൂടുതലും ഒന്നും കൂടി കറുപ്പ് വരും. പക്ഷെ ഇപ്പൊ ഞാനിതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ സ്ലോ ആയിട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, കുളിക്കാൻ, അതായത് ഒന്നുമില്ലെങ്കിൽ ഫേസെങ്കിലും നിങ്ങൾ കഴുകാൻ ഈ വെള്ളം ഉപയോഗിക്കുക എന്നുള്ള. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിക്കൊണ്ടിരിക്കുക ഈ വെള്ളം ഉപയോഗിച്ചിട്ട്. മനസ്സിലായ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ 2 തുള്ളി നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ശരിക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്ത്. ഇപ്പൊ ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമ്മുടെ വെള്ളം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാജു സാർ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ കുളികളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ തലയിലൂടെ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റാണ്. എന്നിട്ട് തോർത്തി കളയരുത് നമ്മൾ. അപ്പോൾ ആ രീതിയിൽ വെള്ളം അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളത്തെക്കുറിച്ച് ഇവിടെ ഒരു സംവാദം ഉണ്ടായത്, ഇത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഇത് നിൽക്കുന്നുള്ളതാണ് ഇതിന്റെ മാഗ്നറ്റൈസ്ഡ് പവർ. അതിന് പല വാദമുഖങ്ങളുണ്ട്. നമ്മളിവിടെ വാദത്തിന് വേണ്ടിയൊന്നുമല്ല ഇത് പറയുന്നത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റാപ്പ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ റാപ്പ് ചെയ്യാതെ ഇത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്ത് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ എന്താ യഥാർത്ഥത്തിൽ മാഗ്നറ്റൈസ്ഡ് വാട്ടറിൽ എന്താ നടക്കുന്നത്, മാഗ്നറ്റൈസ്ഡ് ഡീക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അവിടെ നടക്കുക. അതായത് വെള്ളത്തിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അല്ലേ 15 to 20 ആണ് അതിന്റെ മോളിക്യൂൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് 5 to 7 എന്ന് പറയുന്ന മോളിക്യൂൾ സ്ട്രക്ചറിലേക്ക് മാറും. ഡീക്ലസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കും. അതിന്റെ തിക്നെസ് കുറച്ച് കൊണ്ടുവരികയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അഴിച്ചു മാറ്റി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ 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 ഈ ജലതന്മാത്രകൾക്ക് കൂടിച്ചേരാനുള്ള ഒരു ടെൻഡൻസി വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് കുറേ സമയമൊക്കെ നിൽക്കും. ചിലപ്പോൾ 72 മണിക്കൂർ നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട്, 24 മണിക്കൂർ നിൽക്കുന്നു പറയുന്നു. അതെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ വെള്ളം എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ പവർ ഉണ്ടാകുക. നിങ്ങൾ ഈ വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബോട്ടലിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഇരുമ്പ് മേശപ്പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതെന്താവും, അത് സാധാരണ വെള്ളമായിട്ട് മാറും. അതിന് റേഡിയേഷൻ ലഭിക്കാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്തൊരു മൊബൈൽ ഫോൺ കൊണ്ടുവച്ചു, മൊബൈലിലേക്ക് കോൾ വന്നാൽ മതി, അത് സ്വാഭാവികമായിട്ടും ആ കുപ്പിയിലുള്ള വെള്ളത്തിന് ചാർജ് കുറയും. സാധാരണ ഉള്ള വെള്ളം ഞാൻ പറയുന്നത് മാഗ്നറ്റൈസ്ഡ് പാഡെന്ന് മാറ്റി വെച്ച് വേറെ ബോട്ടിലേക്ക് ഒഴിച്ച് വെള്ളത്തിന്റെ കഥയാണ് പറയുന്നത്. നേരെ മറിച്ച് റേഡിയേഷൻ കുറവാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് കുറേ നേരവും കൂടി നമുക്കത് കൂടുതൽ സമയം നിൽക്കും അതിന്റെ പവർ. അതുകൊണ്ട് നമ്മളിപ്പം സാധാരണഗതിയിൽ കുട്ടികൾക്കൊക്കെ ഈ വെള്ളം നിങ്ങൾ കൊടുത്തു വിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ മാറ്റം ഉണ്ടാവും. ഈ പാഡും ചുറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റേ വെള്ളം കൊടുത്തു വിടുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റൈസ്ഡ് പാഡ് ഉപയോഗിച്ച് വെള്ളം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ചില പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ആളുകൾ ഇതെടുത്ത് നടക്കാൻ മടിയാണ്.
അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, ചെറിയ കുപ്പിയിലേക്കൊക്കെ ഇത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് പലരും. അത് ബാഗിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ആളുകൾ കണ്ട ഒരു നാണക്കേട് ഇല്ലേ. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ ആളുകൾ ഓ എന്താ ഇയാൾക്ക് ഭ്രാന്താ നീ ആയിരിക്കുമല്ലോ. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആളുകൾ കാണൂലേ, നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ആൾ കാണുന്നുണ്ടോ വെള്ളം കുടിക്കുന്നത് ഇല്ലേ. ഇങ്ങനെയൊക്കെ ചിലർക്ക് പ്രയാസങ്ങളുണ്ട്. അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാനിത് സാഗർ ജോഷി സാറിൻ്റെ റൂമിൽ കയറുമ്പോൾ ഞാനിത് സാറിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് വെള്ളം നിങ്ങൾ കുടിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ അപൂർവമായ എന്താ ഒരു എനർജി നമുക്ക് കിട്ടും. ബോഡിയിൽ 70% വാട്ടറാണ്, 70% വെള്ളമാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അത് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഇത് ആന്റി ഓക്സിഡന്റും കൂടിയാണ്. മനസ്സിലായ? സാധാരണ വെള്ളം ആന്റി ഓക്സിഡന്റ് അല്ല, മാഗ്നറ്റൈസ്ഡ് വാട്ടർ മാത്രമാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് പവറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഇല്ലേ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എന്തായാലും നല്ലൊരു സംവാദമാണ് ഇന്നിവിടെ നടന്നത്. എല്ലാവർക്കും ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗർഭിണികൾ യൂസ് ചെയ്യാൻ പാടുണ്ടോ വെച്ചാൽ ഗർഭിണികൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കമ്പനി പറഞ്ഞുകൊണ്ടാണ് ഗർഭിണികൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അബോർഷനൊക്കെ നടന്നാൽ ആളുകൾ പറയും ഇതുകൊണ്ടാണ് അബോർഷൻ നടന്നത്. മനസ്സിലായ? യഥാർത്ഥത്തിൽ കുട്ടികളില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടു മതവിരോധാഭാസമല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഗർഭിണികൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അവര് എൻ്റെ അഭിപ്രായത്തിൽ വെള്ളം കുടിക്കുക, റിസ്റ്റ് ബാൻഡൊക്കെ കെട്ടിക്കോട്ടെ, മാട്രസ് പാഡ് ഉപയോഗിക്കാതിരിക്കണത് നല്ല. എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം കമ്പനി തന്നിരിക്കുന്നത്. ഗർഭിണികൾ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം അതേ ഒത്തിരി ചേഞ്ചസ് വരും. പക്ഷെ എന്നാലും വെള്ളം കുടിക്കുന്നത് കൊണ്ടും കയ്യിൽ കെട്ടുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല വെയിറ്റുള്ള കുട്ടികൾ ജനിക്കുന്നുണ്ട് കേട്ടില്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് അവർക്കും ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഇടക്കിടക്ക് വെള്ളം കുടിച്ചോട്ടെ, കയ്യിൽ കെട്ടിക്കോട്ടെ. അത് തീരെ ഇത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാനിത് പ്രധാനമായിട്ട് നോട്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. വേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻസിന്റെ കുറവുണ്ടോ എന്ന് നോക്കണം നമ്മൾ. അതിന്റെ കുറവുകൊണ്ട് പിന്നെയും വേദന മാറാത്ത ആളുകൾക്ക് വേദനയൊക്കെ വീണ്ടും ഒക്കെ വരും. ഇത്രേ ഉള്ളൂ. ഇത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക. ചില ആളുകൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും, ചില ആൾക്ക് സ്ലോ ആയിട്ടേ കിട്ടുള്ളൂ, ചില ആളുകൾക്ക് കാണാൻ പറ്റാത്ത റിസൾട്ടുകൾ ഉണ്ടാവും ഇല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഷുഗറിന് വേണ്ടി വാങ്ങിയിട്ട് ഷുഗറിന് യാതൊരു റിസൾട്ടും വന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തുള്ള മുഴ കാണാനില്ല. മനസ്സിലായ? പുറത്തുള്ള മുഴ കാണാനില്ല. കുളിക്കാൻ വേണ്ടി തോർത്ത് മുണ്ടൊക്കെ എടുത്ത് എണ്ണയൊക്കെ തേച്ചിരിക്കുമ്പോൾ മകള് പോയിട്ട് പറഞ്ഞ് അച്ഛന്റെ പുറത്തുള്ള മുഴ കാണാനില്ല. പുള്ളിക്ക് പുറത്തുള്ള മുഴ കാണത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മഹാത്ഭുതങ്ങൾ നമ്മളെ ഈ പ്രൊഡക്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ ആവേശവും ഊർജ്ജമൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ സംവാദത്തിലൂടെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെയാണ് നമ്മൾ വളരെ സന്തോഷം നിറഞ്ഞ ദിവസം. നമ്മുടെ കേരള ബയോട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മുടെ കേരളത്തിന്റെ ഓഫീസ് ഉദ്ഘാടനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ കമ്പനി ഓഫീസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ബയോട്ടോറിയൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് നാളെ. 11 മണിക്ക് ശേഷം നമ്മുടെ ഓഫീസ് ബഹുമാന്യനായ പ്രിയപ്പെട്ട ഡോക്ടർ സാഗർ ജോഷി സാറ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഡോക്ടർ ഋഷി സലീം സാർ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. മിക്കവാറും നമ്മുടെ സാഗർ സാറിന്റെ മകൻ അഥറു, അടുത്ത MD കമ്പനിയെ നയിക്കാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരനിലെ ടെക്നോളജിയിൽ സാഗർ സാറെ വെല്ലുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അഥറു മിക്കവാറും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും. ഓൺലൈനിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ 11 മണിയോടുകൂടി നമ്മുടെ ലിങ്ക് ഓപ്പൺ ആകുന്നതും 11:30 ശേഷം സാഗർ സാറ് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യും. എല്ലാവരും നിങ്ങളുടെ മുഴുവൻ ടീം അംഗങ്ങളെയും ആ പ്രോഗ്രാമിൽ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി പുതിയ ഒരു വസന്തകാലം ബയോട്ടോറിയത്തിൽ വിടരാൻ വേണ്ടി പോവാണ് കേരളത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അല്ലേ നിറം ചാർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ ആവേശത്തോടെ പ്രതീക്ഷയോടെ കൂടുതൽ ആളുകളിലേക്ക് ഈ സൺഡേ എത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്നിപ്പോൾ 200 ചില്ലറ ആളുകൾ രാവിലെ പങ്കെടുത്തിരുന്നു. ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, ഇന്ന് രാത്രി നമ്മുടെ ഇതിന്റെ സയൻസിനെ കുറിച്ച്, ഇതിന്റെ സയൻസ് എന്താണെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് സാറേ, ഇതിനെക്കുറിച്ച് എന്താ പറയാന്ന് ചോദിക്കുന്നുണ്ട് സാറേ എന്നുള്ള പോലെ. ഇതെല്ലാം ലീഗലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഗൂഗിളിൽ അത് വരും, ഗൂഗിളിൽ ഇത് വരും, പലതും വരും.
അതൊന്നും കേട്ടിട്ട് നമ്മളിവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച തെറാപ്പിയാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ, അതിൻ്റെ ഒരു ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ ഒരു തെറാപ്പി തന്നെയാണ് നമ്മുടെ മാഗ്നറ്റോ തെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ പലതും പറയും പ്രൂവ് ചെയ്തതൊന്നും അല്ലെന്ന്. അത് അലോപ്പതി മാത്രമാണ് പ്രൂവ് ചെയ്തതായിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ളൂ. ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോപ്പതിയും ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല പ്രൂവ് ചെയ്തതായിട്ട്. എന്നാൽ പ്രൂവ് ചെയ്തിരിക്കുന്ന അലോപ്പതിയിലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ കഴിച്ച പല മരുന്നുകളും ഇന്ന് നിരോധിച്ചിട്ടുണ്ട്, അല്ലേ? അതെല്ലാം പ്രൂവ് ചെയ്തതാണ്. അത് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. 10 വർഷം 15 വർഷം കഴിയുമ്പോൾ നിരവധി മരുന്നുകൾ നിരോധിക്കുന്നു. എന്തുകൊണ്ട് പ്രൂവ് ചെയ്ത മരുന്നുകൾ നിരോധിച്ചിരിക്കുന്നു? ഉത്തരവുണ്ടോ? ഉത്തരം പറയൂ. പ്രൂവ് ചെയ്താണ്, അല്ലേ? അത് നിരോധിച്ചിരിക്കുന്നു. എന്താ അതിന് വീണ്ടും കൂടുതൽ സൈഡ് എഫക്റ്റ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് വേറെ മരുന്നിലേക്ക് മാറും. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ആരെയും വിരോധത്തിനും ആരെയും ചോദിക്കാനോ അല്ല ഞാൻ ഈ പറഞ്ഞത്. അതിനുള്ള ഉത്തരം അത്രേ പറയാനുള്ളൂ. പ്രൂവ് ചെയ്തിട്ടില്ല ഇത്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്ത മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ച് എത്രയോ മരുന്നുകൾ നിരോധിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിരോധിക്കുന്നത്? ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് എന്താ പറയുക, പ്രകൃതി നിയമം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അലോപ്പതി വേണ്ടെന്നോ ആശുപത്രി വേണ്ടെന്നോ ചികിത്സ വേണ്ടെന്നോ പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. അതും ആവശ്യമാണ്, അതും പ്രൂവണാണ് പലതും. അത് ആ രീതിയിലേക്ക് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. കുറേ ആളുകൾ അങ്ങനെ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു പടയോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു പടയോട്ടമാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ. ഇതൊരു മത്സരമാണ്. മനസ്സിലായില്ല? ജീവിതം ഒരു മത്സരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അപ്പൊ ജീവിത മത്സരത്തിൽ ആവേശത്തോട് കൂടിയിട്ടില്ലേ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമുക്ക് ഓടിയില്ലേ. നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഇവിടെ. ഈ ലിമിറ്റ് കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ. പക്ഷെ വയട്ടോറിയൻസിന് നമുക്ക് എന്താ ലിമിറ്റ് കൂടും, അല്ലേ? അപ്പോ ഈ ഫീൽഡിൽ ഓടാനും ട്രോഫി നേടാനും നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ആവേശത്തോടു കൂടി നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെല്ലാവരും അച്ചീവേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ സുപ്രഭാതത്തിൽ നമുക്കാണ് ഇന്ന് രാത്രി നടക്കുന്ന നമ്മുടെ BOP-യിലേക്ക് കൂടുതൽ ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക. ഒരു പുതിയ ഗസ്റ്റുകളെയെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചാൽ വലിയ മാറ്റം നമ്മുടെ ഈ ആരോഗ്യ കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് യുവ ടോറി.